അനുഗ്രഹീതമായ നല്ല ഈ നിമിഷത്തെ ഓർത്ത് കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തിലേക്ക് ഒരു ദിവസം കൂടെ പ്രവേശിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ചല്ലോ. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 57 മുതൽ 62 വരെയുള്ള അനുഗ്രഹീതമായ തിരുവെഴുത്തുകൾ. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ, ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരേണം എന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരേണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. സുവിശേഷങ്ങളിൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം പ്രസംഗിച്ച് കേട്ടതും ഇന്നും പല അർത്ഥങ്ങളും മറഞ്ഞു കിടക്കുന്നതുമായ അനുഗ്രഹീതമായ ഒരു ഭാഗമാണ് വായിച്ചു കേട്ടത്. ഈ സുവിശേഷങ്ങളിൽ ശിഷ്യത്വം പരീക്ഷിക്കപ്പെടുന്നൊരു ഘട്ടമാണെന്ന് നമുക്കിതിനെ, ഞാൻ വായിച്ച 57 മുതൽ 62 വരെയുള്ള വാക്യത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ശിഷ്യത്വം പരീക്ഷിക്കപ്പെടുന്നു. 3 വ്യത്യസ്ത വ്യക്തികൾ ഒരേ വഴിയിലേക്കുള്ള ക്ഷണം, ഒരേ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടുള്ള വിളി, എന്നാൽ അതിനകത്തുള്ള വ്യത്യസ്തമായ മറുപടികൾ, ഇടപെടലുകൾ, ഇതാണ് ഈ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ആർക്കാണ് ക്രിസ്തീയ ജീവിതത്തിൽ ട്രാക്ക് തെറ്റാതെ ഓടാൻ കഴിയുക? എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഓടേണ്ടത്? ദൈവത്തിൻ്റെ വേലയിൽ നിൽക്കണമെങ്കിലും, ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കണമെങ്കിലും, ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കണമെങ്കിലും എന്താണ് വേണ്ടത്? ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ ലഘുവായി മൊത്തത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം. എന്താണ് ഇന്നത്തെ ഈ സന്ദേശം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, പലരുടെയും കഴുത്ത് പിന്നിലേക്ക് തിരിയാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഈ അന്ത്യകാലഘട്ടത്തിൽ കണ്ടുവരുന്നുണ്ട്. അന്ത്യകാലത്ത് മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്താനാകുമോ? വിശ്വാസം ഉണ്ടാകുമോ? ആർക്കെങ്കിലുമൊക്കെ വിശ്വാസം അവശേഷിക്കുമോ എന്നുപോലും കർത്താവ് വളരെ ആശങ്കയോടുകൂടെ ഈ ഭൂമിയെ നോക്കി ചോദിക്കുന്നു. ഇന്ന് പലരുടെയും വിശ്വാസം തണുത്തുറഞ്ഞു പോകുന്നു. സ്നേഹം കാണാനില്ല, മനുഷ്യത്വം പാടെ നഷ്ടപ്പെട്ടു, കരുണ ഇല്ല, വിശ്വാസം പേരിന് മാത്രം, ആരാധന വളരെ കുറവ്, അന്യഭാഷ പരിഹാസത്തിന് തുല്യം. ഇങ്ങനെ പല നിലയിൽ ക്രിസ്തീയ സഭകൾ തന്നെ സഭകളെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുമ്പോൾ, ക്രിസ്തീയ വിശ്വാസികൾ തന്നെ വിശ്വാസികളെ കളിയാക്കുമ്പോൾ, ദൈവത്തെ അറിഞ്ഞവർ തന്നെ അതിന് യോഗ്യമല്ലാതെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ശിഷ്യത്വത്തെ പരീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരേ ഒരു രക്ഷകന്റെ അടുത്ത് നിൽക്കുന്ന 3 വ്യത്യസ്തരായ വ്യക്തികൾ. 57-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്,
നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. സമ്മതമാണ് കർത്താവിൻ്റെ പിന്നാലെ വരാൻ. കാര്യം വേറൊന്നുമല്ല, ദൈവത്താൽ നടക്കുന്ന അസാധാരണമായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. ഈ ഒരുത്തൻ എന്ന് ലൂക്കോസ് പറയുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷത്തിൽ മത്തായി വ്യക്തമായിട്ട് ആളാരാന്ന് പറയുന്നുണ്ട്. അത് ശാസ്ത്രിയാണ്, ഒരു ന്യായശാസ്ത്രിയാണ് യേശുവിൻ്റെ പുറകെ പോകാം എന്ന് പറയുന്നത്. ശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും ശാസ്ത്രീയമായി കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രി യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് കൈ നീട്ടുമ്പോൾ തന്നെ പലതും നടക്കുന്നു, എല്ലാ കാര്യങ്ങളും നടക്കുന്നു ഒക്കെ കണ്ടിട്ട് ഞാനും നിന്റെ കൂടെ ഒന്ന് വരാം എന്ന പുള്ളിക്കൊരാഗ്രഹം. പക്ഷേ ആഗ്രഹം കൊണ്ട് നമുക്ക് പിന്നാലെ കൂടാൻ പറ്റുമോ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എനിക്ക് ഒന്ന് അങ്ങനെ ആയെങ്കിൽ കൊള്ളായിരുന്നു, എൻ്റെ തലമുറയും ഒന്ന് അങ്ങനത്തെ നിലയിൽ നിന്നെങ്കിൽ കൊള്ളായിരുന്നു, എൻ്റെ തലമുറയും കർത്താവിൻ്റെ വേലയിൽ ഒന്ന് ഇറങ്ങിയെങ്കിൽ കൊള്ളായിരുന്നു. ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ ഇതിൻ്റെ പിന്നിലത്തെ ചില കഥകൾ കിടക്കുന്നത് കലപ്പയുടെ മേല. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും, ഇന്നത്തെ ഈ സന്ദേശം ചിലരെ ഭയങ്കരമായിട്ട് ഉഴുതുമറിക്കും, ചിലരെ വല്ലാത്ത നിലയിൽ തൊടും, ചിലരുടെ പല രീതികളും ധാരണകളും തന്നെ തെറ്റിപ്പോകും. ഞാനത് ഉറപ്പ് തരുന്നു. സ്തോത്രം. കാരണം അത് ദൈവം അത്ര ശക്തമായിട്ട് എനിക്ക് ഉറപ്പ് തരുന്നത് കൊണ്ടാണ്. ഇവിടെ ഒരു ശാസ്ത്രി പറയുന്നു, ഞാൻ നിന്റെ പിന്നാലെ കൂടാം, ഞാൻ നിന്റെ പിന്നാലെ വരാം, ഞാൻ നിന്നെ അനുഗമിക്കാം. ആ ഒരാഗ്രഹത്തോടെ ഇറങ്ങിയിട്ട് ഇന്ന് ഇറങ്ങണ്ടായിരുന്നു എന്ന് വരെ തോന്നുന്ന നിലയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിൽക്കണം. അവൻ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. എവിടെ പോയാലും അനുഗമിക്കാം. പക്ഷെ എന്ത് അനുഭവിച്ചാലും കൂടെ അനുഗമിക്കാമോ എന്ന ചോദ്യത്തിന് ഇവിടെ വലിയ പ്രസക്തിയുണ്ട്. ശാസ്ത്രിയെ ഞാനൊരു കാര്യം അങ്ങയോട് ചോദിക്കട്ടെ, യേശു എവിടെ പോയാലും അനുഗമിക്കാം. പക്ഷേ എന്ത് യേശുവിനെ സംഭവിച്ചാലും സംഭവിക്കുന്ന ഘട്ടത്തിലും ആ കാഴ്ചയിലും കൂടെ അങ്ങേക്ക് യേശുവിനെ അനുഗമിക്കാൻ പറ്റുമോ? അവിടെ ഒരു ചോദ്യം അങ്ങനെ ബാക്കി കിടപ്പുണ്ട്. ശാസ്ത്രിയുടെ ബന്ധം ഉന്നതന്മാരുമായിട്ടാണ്, ഉന്നത സ്ഥാനീയരുമായിട്ടാണ്, ഉന്നത കുലങ്ങളുമായിട്ടാണ്. ആ ഉന്നതമായ പദവി കണ്ട് ഉന്നതമായ അനുഭവത്തിൽ ജീവിച്ച് അതിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളിലും നിന്ന് അതിൻ്റെ എല്ലാ സൽഗുണങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിക്ക് കുറുനരികൾക്ക് കുഴിയും പർവ്വജാതികൾക്ക് കൂടും ഉണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കാൻ ഇടമില്ല എന്ന് യേശു പറയുമ്പോൾ, അത് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അങ്ങേക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ഒരു ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അഭിഷേകത്തിൽ നിറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിന്റെ സകല വരങ്ങളും എനിക്ക് ജ്വലിക്കണം, എനിക്കും പ്രയോജനപ്പെടണം, എനിക്കും മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി മാറണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ സന്ദേശം നിർബന്ധമായും കേട്ടിരിക്കണം. കാരണം കൈ നീട്ടുമ്പോൾ ഉരുണ്ടടിച്ചു വീഴുന്നത് മാത്രമല്ല ശുശ്രൂഷയുടെ ശരിയായ രീതികൾ, അതിൻ്റെ ഒരു ഫേസ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. കൈ നീട്ടുമ്പോൾ ഭൂതങ്ങൾ അലറി മാറുന്നത് മാത്രമല്ല ശുശ്രൂഷയുടെ എല്ലാ വശങ്ങളും. ഒരു ശിഷ്യൻ, ഒരു ദൈവപൈതൽ, ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി, കർത്താവിനെ അംഗീകരിച്ച ഒരു വ്യക്തി ഇറങ്ങി പുറപ്പെടുമ്പോൾ മിനിസ്ട്രിയുടെ, ദൈവത്തിൻ്റെ പ്രവർത്തികളുടെ, അനുഭവങ്ങളുടെ ഒരു ഫേസ്, ഒരു പ്രതലം മാത്രമാണ് കാണുന്നത്. കാണാത്ത മറ്റു പ്രതലങ്ങൾ ഉണ്ട്. ഗ്ലോറി ടു ജീസസ്. യേശു ഈ പ്രവൃത്തി ചെയ്തപ്പോഴാണ് ശാസ്ത്രിക്ക് ഒരു ആശ കയറിയത്. യേശു ആ നിലയിൽ പ്രചരിച്ചപ്പോഴാണ് ആ ഒരു ആശ കയറിയത്. കർത്താവ് ആ നിലയിൽ ഉപയോഗിക്കപ്പെട്ടപ്പോഴാണ് ആശ കയറിയത്. യേശു ബാലനായിരുന്നപ്പോൾ ഈ ശാസ്ത്രിമാരൊക്കെ എവിടായിരുന്നു? ആരാലും അറിയപ്പെടാതിരുന്നപ്പോൾ
ഈ ശാസ്ത്രന്മാരൊക്കെ എവിടെയായിരുന്നു? യേശു എന്ന ഒരു നാമം പ്രചരിച്ചു തുടങ്ങിയപ്പോഴാണ്. പോസ്റ്ററുകളില്ലാതെ, അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ, വാമൊഴികളാൽ മാത്രം, ആരുടെ? അനുഭവ സമ്പന്നരുടെ വാമൊഴികളാൽ മാത്രം പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. നമ്പർ 2, പരിശുദ്ധാത്മാവും അതിനുവേണ്ടി കൂടെ നിന്നു. എന്നെ എവിടെയും പ്രശസ്തനാക്കരുത് എന്ന് യേശു പലവട്ടം പറയുമ്പോഴും അനുഭവം ഉള്ളവന് വാ അടക്കി വെക്കാൻ പറ്റിയില്ല. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, ഈ മിനിസ്ട്രിക്കകത്തുള്ള ഒരു പെരുപ്പം കണ്ടാണ് ഒന്ന് കൂടെ ഇറങ്ങിയെങ്കിൽ കൊള്ളായിരുന്നു. വാസ്തവത്തിൽ ഈ ശാസ്ത്രി എന്തുദ്ദേശത്തിലാണ് യേശുവിനെ അനുഗമിക്കാൻ ശ്രമിച്ചതെന്ന് യേശു അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഡയറക്ട്ലി പറഞ്ഞത്, എൻ്റെ പൊന്നച്ച, ഞാൻ ഒരു കാര്യം പറയാം, കുറുനരികൾക്ക് കുഴിയുണ്ട്, പറവജാതിക്ക് കൂടുണ്ട്, പക്ഷേ മനുഷ്യപുത്രനോ തലചായിപ്പാൻ ഇടമില്ല. ഈ വാക്കിൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ വിട്ടിറങ്ങിയിട്ടുള്ള ഒരു പരിപാടി നടക്കത്തില്ല. ചിലരങ്ങനെയാണ്, എന്തൊക്കെ വിട്ടാലും അവർക്ക് പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ വിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ യേശു വ്യക്തമായി പറയുന്നു, കാരണം ആ മനുഷ്യന്റെ ഇന്റൻഷൻ, ഡിസയർ, അദ്ദേഹത്തിന്റെ ആ ഒരു നിലവാരം പഠിച്ചപ്പോ, കാരണം ഇവിടെ ഒരു പരീക്ഷയാണ് ഇതിനകത്ത് നടക്കുന്നത്, ശിഷ്യന്മാരുടെ പരീക്ഷണങ്ങളാണ് ഇതിനകത്ത് ഈ ഒരു ഭാഗത്തിൽ മൊത്തം പറയുന്നത്. ഒരു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം അതാ പറയുന്നത്. നോക്കുമ്പോ കൃത്യം 9 to 5 ആള് വർക്ക് ചെയ്യും. 6 മണി കഴിയുമ്പോൾ 9 to 5 വർക്ക് ചെയ്യുന്നതിനകത്ത് അദ്ദേഹത്തിനുള്ള 2 ചായ, ഉച്ചത്തെ ലഞ്ച്, വൈകുന്നേരത്തെ കോഫി, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വിശ്രമ സമയങ്ങൾ, കൃത്യം 5 മണിയാവുമ്പോൾ താഴിട്ട് പൂട്ടിയിട്ടുള്ള സുഖനിദ്ര, ഇതെല്ലാം ഈ മനുഷ്യന്റെ ഡെയിലി റൊട്ടീനിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും പിഴവ് പറ്റിക്കഴിഞ്ഞാൽ ഈ മനുഷ്യൻ തിരിയും, ഈ മനുഷ്യൻ പിന്മാറും, ഈ മനുഷ്യൻ അവിടെ. അതുകൊണ്ട് കർത്താവ് പറയുന്നത് അതാണ്, എൻ്റെ പൊന്നച്ച, നിങ്ങൾ എന്നോട് വരാന്ന് പറഞ്ഞു കൂടെ, സന്തോഷം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, വന്നോളൂ. ഒരു കാര്യം മനസ്സിലാക്കണം, കുറുനരികൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് കുഴിയുണ്ട്, പറവജാതികൾക്ക്, ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്. മനുഷ്യപുത്രനാണെങ്കിൽ തലചായ്ക്കാൻ ഒരിടവുമില്ല. നമുക്ക് പോകാം. പറഞ്ഞു തീരുന്നതിന് മുന്നേ പുള്ളിയെ കണ്ടില്ല. കാരണം കർത്താവിനോട് കൂടെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നും സ്റ്റാർട്ടിംഗ് ടൈമിൽ കണ്ടു എന്ന് വരികയില്ല. കർത്താവിൻ്റെ കൂടെ ഇറങ്ങുന്ന സമയത്തൊന്നും നിങ്ങൾ എന്തുദ്ദേശത്തോടെയാണ് എൻ്റെ കൂടെ ഇറങ്ങുക എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ വന്നോ, പക്ഷെ ഒരു കുഴപ്പം ഇതാ, ഇന്ന് വൈകിട്ട് ഞാൻ എവിടെ കിടക്കുന്നു ഒരു നിശ്ചയമില്ല. ഇന്ന് മീറ്റിംഗ് വൈകിട്ട് എപ്പോൾ അവസാനിക്കുന്നു ഒരു നിശ്ചയമില്ല. ഇന്നത്തെ ഈ മെസ്സേജ് ഏത് സമയം അവസാനിക്കുന്നു ഒരു നിർബന്ധമില്ല. ആ സമയം തല ചൊറിയാൻ നിൽക്കല്ല, ആ സമയത്ത് പറയാൻ നിൽക്കല്ല, ആ സമയത്ത് കയ്യും കാലും കുടയാൻ നിൽക്കല്ല, ആ സമയത്ത് നഖം കടിക്കാൻ നിൽക്കല്ല. കൂടെ പോന്നു പറഞ്ഞു തീരുന്നതിന് ആളെ കാണാനില്ല, ഒരാൾ അപ്രത്യക്ഷം. സ്തോത്രം. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല എന്നും, ഇറങ്ങിയ സമയം നിങ്ങൾ ഉണ്ടായിരുന്ന അവസ്ഥയെക്കാളും വളരെ താഴെത്തട്ടിലേക്ക് ഞങ്ങൾ പോയല്ലോ എന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദേശത്തിന്റെ അവസാനം വരെ നിങ്ങൾ കേൾക്കുക. ദൈവം ശിഷ്യന്മാരെ പരിശോധിച്ചിരുന്നു, യേശു ശിഷ്യന്മാരെ പരിശോധിച്ചിരുന്നു, പിതാവ് പുത്രനെ പരിശോധിച്ചിരുന്നു, പൗലോസ്ലീഹ ശിഷ്യന്മാരെ പഠിച്ചിരുന്നു. കിച്ചൺ പണിക്ക് വരെ കൊള്ളാമെന്നുള്ളവരെയാണ് അപ്പോസ്തലന്മാർ ആക്കിയിരുന്നത്. കണ്ണി കണ്ടവരെയൊക്കെ വാ പറഞ്ഞ് കയറ്റിയില്ല. കിച്ചൺ പണിക്ക് വരെ കൊള്ളാമെന്നുള്ളവന്മാരെ തെരഞ്ഞെടുത്ത് ആണ് അപ്പോയിന്റ് ചെയ്തിരുന്നത് അപ്പോസ്തലന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ. ശേഷം ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും സമയം കഴിച്ചുകൊള്ളാം. ക്രിസ്തീയ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, ദൈവം യൂസ് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും,
ദൈവം യൂസ് ചെയ്യുന്നവരെ ശുശ്രൂഷിക്കാനുള്ള വിളിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവനാണെങ്കിലും അഭിഷേകം നിർബന്ധമാണ്, തെരഞ്ഞെടുപ്പ് നിർബന്ധമാണ്, വേർതിരിവ് നിർബന്ധമാണ്. മോനെ, എല്ലാ കാലത്തും നീ കിച്ചണിൽ കിടക്കാനുള്ള അഭിഷേകമല്ല, കിച്ചന്റെ അകത്തുനിന്ന് സ്തേഫാനോസെ പുറത്തേക്ക് വന്ന് നിന്നെ കൊണ്ടൊരു ശ്രേഷ്ഠ മിനിസ്ട്രി ചെയ്യാനുള്ള ഒരു അഭിഷേകം കിച്ചന്റെ അകത്തുനിന്നായിരിക്കും പുറപ്പെടുന്നത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തയോടുകൂടെ നീ നിൽക്കുമ്പോൾ എല്ലാ കാലത്തും സ്തേഫാനോസ് കിച്ചന്റെ ഇൻചാർജ്, സ്തേഫാനോസ് കിച്ചന്റെ ഇൻചാർജ്, സ്തേഫാനോസ് കിച്ചന്റെ ഇൻചാർജ്, സ്തേഫാനോസെ കോഫി, സ്തേഫാനോസെ ചോറ്, സ്തേഫാനോസെ ചായ എന്ന് പറഞ്ഞ് വിളിക്കാൻ വേണ്ടിയിട്ടല്ല അതിനകത്തേക്ക് കർത്താവ് കയറ്റിയത്. ഘട്ടമായിട്ട് സ്വർഗം ചിലരെ പരിശോധിക്കും. ടൈം ആകുമ്പോൾ ഒരു സ്തേഫാനോസിനെ പൊക്കും, ഇരട്ടി അഭിഷേകത്തോടെ യൂസ് ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാലവും നീ കിച്ചന്റെ അകത്തല്ല, എല്ലാ കാലവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലത്തെ അവസ്ഥയല്ല, എല്ലാ കാലവും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലല്ല. അവിടുന്ന് നിങ്ങൾക്കൊരു പ്രൊമോഷൻ വേണമെങ്കിൽ നീ ആയിരിക്കുന്ന കിച്ചണിൽ നീ എൻജോയ് ചെയ്യണം. ഹല്ലേലൂയ. ധൃതി അരുത്. ഹല്ലേലൂയ. സ്തേഫാനോസ് അതിനകത്ത് കിടന്നിട്ട് എന്റെ ജീവിതം ഈ കരിപ്പാത്രം തേക്കാനാ, എന്റെ ജീവിതം എന്നും യുവമാർക്ക് ചോറ് വെച്ച് വിളമ്പാനാ, എന്റെ ജീവിതം എന്നും ഈ മീൻ അറുത്തിടാനാ എന്നൊക്കെ പറഞ്ഞ് സ്തേഫാനോസ് അതിനകത്ത് കിടന്ന് ഒന്നുമില്ല. ഓരോ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ എന്നാണ്. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഈ മൈക്ക് പിടിച്ച് പ്രസംഗിക്കുന്നത് മാത്രമല്ല ശുശ്രൂഷ എന്ന്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം അതാ. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിക്കുക. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഇത് അതിനകത്തൊരു വചന ശുശ്രൂഷയാണ് എന്ന് മാത്രം. ഇതിനകത്തുകൂടെ ഒരു ശുശ്രൂഷ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ പലരുടെയും ചോദ്യങ്ങൾക്ക് കർത്താവ് മറുപടികളായി ഈ വചന ശുശ്രൂഷയിലൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ സ്തേഫാനോസ് ചെയ്തിരുന്ന കാര്യത്തിനകത്ത് അദ്ദേഹം ഫെയ്ത്ത്ഫുൾ ആയതുകൊണ്ടും ആ ചെയ്തിരുന്നതിനകത്ത് കർത്താവ് നിർത്തിയതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടും ഇനി അടുത്ത ദൂത് വരുന്നുണ്ട്. അദ്ദേഹത്തെ കർത്താവ് യൂസ് ചെയ്യാനായിട്ട് ഇറങ്ങി. ജീവിതത്തിലൊരു മാറ്റം വേണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രോസസ് അറിഞ്ഞിരിക്കണം. നമ്മുടെ ലൈഫിൽ ദൈവം ചെയ്യുന്ന പ്രോസസ് അറിഞ്ഞിരിക്കണം. ആ പ്രോസസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇട്ടേച്ചും പോവും. കഴിഞ്ഞ ഏകദേശം 1 മാസങ്ങൾ കൊണ്ട് ദൈവം എന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു ഡോക്ടർ ആകണമെങ്കിൽ പോലും ഇത്ര വർഷം പഠിച്ചാൽ മതി എന്നുണ്ട്. അവരുടനെ ഡോക്ടറാവും. PG ആയി, അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് അവർ ഇത്ര വർഷം പഠിച്ചാൽ അവർ ഡോക്ടറാവും. പക്ഷേ ഒരു സുവിശേഷകൻ, ഒരു ശുശ്രൂഷകൻ, ഒരു ആത്മീയ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു ദൈവവേലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അവൻ മരണം വരെയും പഠിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബൈബിൾ കോളേജിന്റെ 5 വർഷം 10 വർഷം 15 വർഷം പഠനം കഴിഞ്ഞാൽ ഉടൻ തീരുന്നൊരു കഥയല്ല ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം ഇതിലെ പ്രാർത്ഥിക്കുന്ന ആൻറ്റി, ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് എൻ്റെ ശുശ്രൂഷ, അവിടെ കൊണ്ട് എൻ്റെ ശുശ്രൂഷ തീർന്നു അങ്ങനെ കരുതരുത്. നിങ്ങൾ അതിനകത്ത് തുടരുമ്പോൾ ദൈവം അവിടുന്ന് അടുത്തടുത്ത് നിങ്ങളെ കയറ്റും, അവിടുന്ന് നിങ്ങളെ അതിൻ്റെ അടുത്തടുത്ത് കയറ്റും, അവിടുന്ന് നിങ്ങൾ അതിൻ്റെ അടുത്തടുത്ത് കയറ്റും. എല്ലാ കാലവും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാൻ വേണ്ടി മാത്രമല്ല സ്വർഗം നിങ്ങളെ ഈ ശ്രേഷ്ഠ പദവിയിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനും അനുഗമിക്കാം. അപ്പൊ പറഞ്ഞു, അച്ഛൻ അനുഗമിച്ചോ, പക്ഷെ ഒരു കാര്യം, ഇന്ന് വൈകുന്നേരം എവിടെ ഉറങ്ങുമെന്ന് എനിക്ക് ഒരു നിശ്ചയവും ഇല്ല, നമുക്ക് പോകാം. അപ്പൊ ഐ ആം സോറി, എനിക്ക് ഡൺലപ്പിന്റെ മെത്തയിൽ കിടക്കാതെ ഉറക്കം വരില്ല. അച്ഛൻ പോയിക്കോ, ഞാൻ ഈ റൂട്ടാണ്. കർത്താവ് അവിടുന്ന് പിരിഞ്ഞു. നോക്ക്, സുഖലോലുപതകൾ വിട്ട് ഒരു വ്യക്തിക്ക് ഇറങ്ങാൻ കഴിയുമ്പോഴാണ് യേശുവിന്റെ ആഴങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റേജിൽ നിൽക്കുന്ന, അങ്ങനെ നിന്ന് വളരെ ഹാപ്പി ആയിട്ട് പ്രസംഗിക്കുന്ന ശുശ്രൂഷകരെയാണ് നമുക്കറിയാന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ഫേസ് ആണ്. അത് നിങ്ങളുടെ മുന്നിൽ വരാൻ വേണ്ടി അവർ നല്ല രീതിയിൽ ഒരുങ്ങുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, എങ്കിലേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എല്ലാം മനസ്സിലാക്കണമല്ലോ. എങ്കിലേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഒന്നും ഇല്ലാത്തൊരു രീതിയിൽ വന്ന ഒരാൾ പ്രസംഗിച്ചാൽ ആരെങ്കിലും നോട്ടീസ് ചെയ്യും? ഇല്ല. എങ്കിലേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നിൽ യേശു ചെയ്തിരുന്നത് പോലെ ഒരു വളരെ കഠിനമായിട്ടുള്ളൊരു പ്രാർത്ഥനയും
സഹനങ്ങളും അതിൻ്റെ പിന്നിലുണ്ടെന്ന് ഓർക്കുക. ഏതൊരു വ്യക്തിയുടെയും വളരെ സത്യസന്ധമായി സുവിശേഷ വേല ചെയ്യുന്നു ഏതൊരു വ്യക്തിയുടെയും പിന്നിൽ വെറുതെ ഒരു ചർച്ച ഓടില്ല, വെറുതെ ഒരു കൂട്ടായ്മ ഓടില്ല, വെറുതെ ഒരു ശുശ്രൂഷകൻ നിൽക്കില്ല. അതിൻ്റെ പിന്നിൽ വളരെ കഠിനമായ ചില പ്രാക്ടീസ്, ചില എക്സസൈസുകൾ, ചില ഒരുക്കങ്ങൾ ആ മനുഷ്യൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പറഞ്ഞു, ഐ ആം സോറി, എനിക്ക് നടുവേദനയുള്ളതാണ്, അതുകൊണ്ട് മെത്തയിൽ കിടക്കാതെ എനിക്ക് ഉറക്കം വരില്ല. ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ ഫയർ മിനിസ്ട്രിയൊക്കെ ചെയ്യുമ്പോൾ കർത്താവ് വളരെ AC റൂമിലാണ് കിടക്കുന്നത് ഞാൻ കരുതിയിരുന്നു. ശരിയാച്ചാ, നമുക്ക് ഇനി വരുമ്പോൾ കാണാം. കർത്താവും പറഞ്ഞു ഗുഡ് ബൈ, അയാളെ വിട്ടു. രണ്ടാമത് താഴേക്ക് വരുമ്പോൾ പറയുന്നു യേശു അവനോട്, അത് കഴിഞ്ഞു വേറൊരുത്തനോട്, രണ്ടാമത്തെ ഭാഗം വരുന്നു. ആദ്യത്തെ ആളെ വിട്ടു, രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ വേറെ ഒരുത്തനോട് അവൻ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഈ മനുഷ്യൻ യേശുവിനെ അല്ല വിളിക്കുന്നത്, യേശുവിനോടല്ല ചോദിക്കുന്നത്, യേശു ഈ മനുഷ്യനെയാണ് വിളിക്കുന്നത്. രണ്ട് കൂട്ടരും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ രണ്ട് കൂട്ടരും, ഈ പറഞ്ഞു തുടങ്ങി രണ്ട് കൂട്ടർ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും. ഒന്ന്, ഇത് കൊള്ളാം പരിപാടി, ഈ കൂട്ടത്തിൽ കൂടിയാൽ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുമായിരിക്കും, ഈ കൂട്ടത്തിൽ കൂടിയാൽ ചിലപ്പോൾ കാര്യം നടക്കുമായിരിക്കും, ഈ വ്യക്തിയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും നടന്നേക്കും. ഇങ്ങനെ ഒരു ചിന്ത ഒരു വ്യക്തിയിലുണ്ടാകും. രണ്ട്, അതിയായ നിർബന്ധം പരിശുദ്ധാത്മാവിനാൽ ഉള്ളത്തിൽ വന്നിട്ട് ഉള്ളതും കൂടെ വിട്ടുകളഞ്ഞിട്ട് യേശു വിളിച്ച, ഇറങ്ങി വരാൻ വേണ്ടി യേശു വിളിച്ച ചില വ്യക്തികൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഒരു വിളിയാണ് കാണുന്നത്, പക്ഷെ കൂടെ പോണില്ല. ഇവിടെ ഒരു വിളിയാ കാണുന്നത്, എന്നെ അനുഗമിപ്പിൻ. ഇവിടെ ഒരു വിളി നമുക്ക് കാണാം, പക്ഷേ കൂടെ പോകുന്നില്ല. എന്നെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ, ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരേണം എന്ന് പറഞ്ഞു. ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരേണം എന്ന് പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കർത്താവ് ഒരു മരണസ്ഥലത്തല്ല വന്നത്, കർത്താവ് വഴി പോകുകയായിരുന്നു. അപ്പൻ മരിച്ച ഒരു വ്യക്തി എന്തായാലും തെരുവിൽ പോയി നിൽക്കേണ്ടതോ കവലയിൽ പോയി വെറുതെ വായി നോക്കി നിൽക്കേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യം ഇല്ല. ബോഡി വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ മകൻ അവിടെ നിൽക്കണം. ഈ മകനെ കർത്താവ് വഴിയിൽ വെച്ചാണ് കാണുന്നത്. അപ്പൊ സാധനം വാങ്ങാൻ വേണ്ടി പോയതുമല്ല, എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോടല്ല കർത്താവ് വിളിക്കുന്നത്. അവിടെ വഴിയിൽ നിന്ന ഒരു വ്യക്തിയാണ് യേശു വിളിക്കുന്നത്, അനുഗമിക്കുക. ഉടനെ മറുപടി ഇതാണ്, എൻ്റെ അപ്പനെ കുഴിച്ചിടാൻ ഒരു അനുവാദം തരാം. അതിൻ്റെ അർത്ഥം പറയാതെ പറയുകയാണ്, അയ്യോ എൻ്റെ അപ്പൻ മരിച്ചുപോയി, അതുകൊണ്ട് ഇന്ന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, കുഴിച്ചിട്ടൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ബാക്കി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വരാം, അന്നേരം നമുക്ക് ബാക്കി സാലറിയും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ കുഴിച്ചിടാൻ അനുവാദം തരണേ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു പണിയും ഇല്ലാത്തവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയല്ല സുവിശേഷ വേല. പ്രത്യേകിച്ച് ഫ്രീ ടൈം ഉണ്ട്, എന്നാൽ പിന്നെ ഒരു സുവിശേഷ വേല ചെയ്ത് കളയാം, അന്നേരം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല സുവിശേഷ വേല. പെൻഷൻ വരുന്നുണ്ട്, പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നാൽ പിന്നെ സുവിശേഷ വേല ചെയ്ത് കളയാം, ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല സുവിശേഷ വേല. ദൈവമക്കളെ, ആദ്യം ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാം. വിളിയില്ല, ആ വ്യക്തിയുടെ മേൽ വിളിയില്ല, നിൽക്കാനൊക്കത്തിൽ. അനുഗമിക്കുന്നതിനൊന്നും പ്രശ്നമില്ല, കർത്താവിനെ അനുഗമിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ വഴിമധ്യേ ഈ മനുഷ്യൻ ഇട്ടിട്ട് പോകുന്ന കർത്താവിനെ അറിയാം, നന്നായിട്ടറിയാം. കാരണം മനുഷ്യൻ ജനിച്ചു വളർന്നു വന്ന രീതി, പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ സുഖ സൗകര്യങ്ങൾ, അദ്ദേഹത്തിനുള്ള ബന്ധങ്ങൾ, അദ്ദേഹം ഒരിക്കലും ഒരു ഉന്നത ജാതീയന്മാരുമായിട്ടല്ല മിനിസ്ട്രിയിൽ ബന്ധം. അദ്ദേഹം ഏറ്റവും ഒന്നും ഇല്ലാത്ത ചില വ്യക്തികളുമായിട്ടാണ് ദൈവം കണക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ, ഒന്നുമില്ലാത്ത വ്യക്തികളുമായിട്ടാണ് കർത്താവ് കണക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ, ഇന്ന് വൈകിട്ട് എന്നെ ഒരു ആൻറ്റി പ്രാർത്ഥിക്കാൻ വിളിച്ചു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം അവരെന്നോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവരെന്നെ ഒത്തിരി വട്ടം വിളിച്ചു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അന്നേരം ഒരു കോൾ വന്നു, അല്പം ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തപ്പോൾ കരഞ്ഞോണ്ട്, ഫോൺ എടുത്തതിലുള്ള സന്തോഷം കരഞ്ഞോണ്ട് അവർ പറയാം, അശ്രേ എന്ന് പറഞ്ഞാൽ വിങ്ങി കാര്യം പറയുന്നു.
കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എവിടാ വീട്, കാരണം റേഞ്ച് കട്ടായി പോകുന്നു സംസാരിക്കും. എവിടാ വീട്? അത് പക്ഷേ ഇടുക്കിയിലാണ് വീട്, ഇടുക്കിയിൽ ഒരു കുഗ്രാമത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കരഞ്ഞ് പറഞ്ഞിട്ട് അവസാനം പറയുക, ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്, വീട്ടിനകത്താണോ എന്ന് ചോദിച്ചു. അപ്പോൾ നല്ല പാസ്റ്റേ, ഞാൻ പാസ്റ്റർ ഫോൺ എടുത്ത് ഓടി ഒത്തിരി ഉയർന്ന ഒരു പ്രദേശത്തേക്ക് ഞാനിപ്പോൾ കയറി വന്നേക്കുക. ഞങ്ങളുടെ വീട്ടിന് വഴിയൊന്നുമില്ല പാസ്റ്റർ, ഒരു പാറയിൽ ഇരുന്ന് ഞെരങ്ങി ഇറങ്ങി വേണം ഞങ്ങളുടെ വീടിനകത്തേക്ക് കയറാൻ. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് ദൈവം തന്നേക്കുന്ന സുഖ സൗകര്യങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ആരും പാറയിൽ ഇരുന്ന് നിരങ്ങി ഇറങ്ങി വീട്ടിലേക്ക് കയറുന്ന ഒരവസ്ഥയിലുള്ളവരും ഇതിനകത്ത് കാണുമോ എന്തോ? അവർക്കൊരു ഫോണില്ല. മകൾ എപ്പോഴോ കൊടുത്ത ഒരു ഫോണ് നിലത്തൊക്കെ വീണ് പൊട്ടി നാശമായി, റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചിട്ടാണ് അവർ ആ ഫോൺ യൂസ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് എന്നോട് സംസാരിച്ചത് ഒരു ചെറിയ ഫോണിലും എപ്പോഴോ എവിടെയോ വെച്ച് ആ റബ്ബർ ബാൻഡ് ഇട്ട ഫോണില് നമ്മുടെ മെസ്സേജ് കണ്ടതാണ് നമ്പർ പെട്ടെന്ന് എഴുതിയെടുത്തത്. സ്ക്രീനിലൊന്നും തെളിഞ്ഞൊന്നും വരത്തില്ല, വെളിയിൽ കൊണ്ടിറങ്ങിയിട്ടാണ് പാസ്റ്ററുടെ നമ്പർ എഴുതിയെടുക്കുമായിരുന്നു ചെയ്തതെന്ന് ഓർത്തു നോക്കണം. ദൈവമക്കളെ, നമ്മളൊന്നും അറിയുന്നില്ല. പാറയിൽ ഇരുന്ന് നിരങ്ങി ഇറങ്ങിയാണ് വീടിനകത്തേക്ക്. വഴിയില്ല. ഒരു എന്താ അവർ പറഞ്ഞൊരു വാക്ക്, മീനിങ് ഇതാണ്, തൂണ് വെച്ച് എന്തോ കുത്തി വെച്ചിട്ട് ഒരു ഷെഡ് പോലെ കെട്ടിയ ഒരു വീട്ടിനകത്താണ് ഞങ്ങൾ താമസം. അപ്പൊ അവരുടെ വീടിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവരുടെ ഭർത്താവിന്റെ കാലിനൊരു മുറിവ് വന്നിട്ട് വർഷങ്ങളായി, കരിയുന്നില്ല, വർഷങ്ങളായി. ഒരു സ്പ്രേ അടിക്കുമ്പം ചലവും മറ്റുമൊക്കെ വരുന്നത് നിൽക്കും, ശേഷം വീണ്ടും വരും. ആ മരുന്നിന്റെ എഫക്റ്റ് കഴിയുമ്പോൾ വീണ്ടും ഒലിച്ചു വരും. വളരെ വിങ്ങുന്ന ഒരു കുടുംബം. വഴി സൗകര്യമല്ല, വഴിയേ ഇല്ല. പാറയിലൊക്കെ ഇരുന്ന് നിരങ്ങിയാണ് വീട്ടിനകത്തേക്ക് ഇറങ്ങേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി. ഒരു കുഴിയാ പാസ്റ്ററെ, ഒരു അഗാധ ഗർത്തത്തിൽ എന്ന പോലെ എൻ്റെ വീടിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ദൈവമക്കളെ, നമ്മളൊന്നും അറിയുന്നില്ല. ശുശ്രൂഷ ഇങ്ങോട്ടൊക്കെയാ ദൈവം കണക്ട് ചെയ്യുന്നത്. ഓർക്കണം, അവിടെ ഈ ശാസ്ത്രി ചെന്നാൽ നിക്കത്തില്ല. ഇതെന്തൊരവസ്ഥയാണ്, ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് പോലും ഇല്ല, എൻ്റെ ചിന്തയെ പോലും ഇല്ലാത്ത കാര്യം ഇതെന്ന് ശാസ്ത്രി പറയും. കർത്താവിന് അറിയാം, പകുതി വഴിയിൽ വെച്ച് വിട്ടിട്ട് പോകും. ദൈവമക്കളെ, മിനിസ്ട്രി എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ശരിയായ മിനിസ്ട്രി, നമ്മളൊന്നും ശരിയായിട്ടുള്ള മിനിസ്ട്രി, ഞാൻ എപ്പോഴും ഈ വടക്കേ ഇന്ത്യയിലേക്കുള്ള ദേവദാസന്മാരോട് സംസാരിക്കാൻ പറയുന്നത്, പാസ്റ്റർ ഞങ്ങളൊന്നും സത്യം പറഞ്ഞ് ഒന്നും അറിയുന്നില്ല. നിങ്ങളൊക്കെ അവിടെ കിടന്ന് ഭയപ്പെടുന്നതും പേടിക്കുന്നതും സുവിശേഷം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത് നിങ്ങളാ. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ് ഒന്നും അറിയുന്നില്ല, സുഖമായിട്ട് ഇവിടെ ചെയ്യുക കാര്യങ്ങൾ. സ്തോത്രം. നമ്മളത് ചെയ്യുന്നില്ലെങ്കിലും ആ പെയിൻ എടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ, അവരെയൊക്കെ ഒന്ന് കർത്താവ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ ആ മനസ്സ് നമ്മൾ കാണിക്കണം. നമ്മൾ ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പലരും ആ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ അവിടെയൊക്കെ ഈ ശാസ്ത്രിയെ പറഞ്ഞു വിട്ട പുള്ളി നിക്കത്തില്ല. കാരണം അദ്ദേഹത്തിന് എപ്പോഴും ഉയർന്ന ലെവലിലുള്ള ബന്ധങ്ങൾ, ചിന്തകൾ, ഭക്ഷണ രീതികൾ, കിടപ്പുമുറികൾ, ഫെസിലിറ്റികൾ, ഇതൊക്കെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിനിടയിൽ അദ്ദേഹത്തെ കൊണ്ട് ഈ ഇടുക്കി കുഗ്രാമത്തിലോട്ട് അവരുടെ ആ വീട്ടിലേക്ക് ഇറക്കി വിട്ട ശാസ്ത്രി ഓടും. അതുകൊണ്ട് പറഞ്ഞു, രണ്ടാമത്തെ ആൾക്ക് ക്ഷണം വന്നു, ഒന്നാമത്തെ ആൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ വിളിയില്ല. രണ്ടാമത്തെ ആൾക്ക് ക്ഷണം വന്നു, എന്നെ അനുഗമിപ്പിൻ. അച്ഛനെ വീട്ടിൽ ഇട്ടിട്ട് പുള്ളി കവലയിൽ വന്ന് കുശലം പറഞ്ഞുകൊണ്ട് നിൽക്കുവോ? പറയാം, അച്ഛൻ മരിച്ചുപോയി, ഒന്ന് കുഴിച്ചിട്ടിട്ട് വരാൻ ഒന്ന് സമ്മതിച്ചായിരുന്നെങ്കിൽ. അപ്പൊ കർത്താവിന് കാര്യം പിടികിട്ടി. നീ എക്സ്ക്യൂസ് പറയുന്നതാണ്, എടാ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കും, അവന്റെ മേൽ വിളി കിടക്കുന്നു. ഇതാണ് കർത്താവ് റിമൈൻഡ് ചെയ്ത്. ഇവൻ വരികയില്ലാന്ന് കർത്താവിന് അറിയാം, പക്ഷെ വിളി കിടക്കുന്നു എന്ന് ദൈവം റിമൈൻഡ് ചെയ്തു. ഇന്ന് രാത്രിയിലും ഈ സമയം ഈ സന്ദേശം കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, പലവട്ടം സ്വർഗം നിങ്ങളെ മിനിസ്ട്രിക്ക് വിളിച്ചു, പലവട്ടം നീ ദൈവത്തിനുള്ളതാന്ന് ദൈവം കേൾപ്പിച്ചു.
രക്തത്തിൽ ജയമെടുക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ. ഷർബ ഖണ്ഡല ബ്രൈഠ ലബാഷഠാല ബൗഠന സിയാന്ത ഷഖാദൽ ഖബാധ സേന്ദ റേഹസി. എല്ലാവരും ഒന്ന് ആത്മഭാഷയിൽ പ്രാർത്ഥിച്ച ദൈവമക്കളെ. ഷാൽബ്ര ഖറ്റേൽ ബഹൻഡ ഷഖേന റിയാന്ത ലറബഹസ്ത ശബബബബബ ദജതുന റിഖതന റഖൽ പ്രഭ. യേശു ഹോഷിയാന്ദേ ഷാബ്ര ഖൻഠേ ലിബ്രോഹോ സിഖേന ഷാൽബ്ര ഖറ്റേൽ ബ്രാഷൻഠാല ലാബ്ത്രു ഹോസ്ത്ര ഹംശല. ജീസസ്. ജീസസ്. യേശുവേ നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു ഗാഡ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓക്കെ, സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആമേൻ, ആമേൻ. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച ദൈവമകളെ, ചില നിമിഷങ്ങളൊന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ഷാബ്രാഖാൻലബോ ഷധരലഗർത്തുന റിയാന്ധനബ. എല്ലാവരും ഒന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് റാൽബ്രഖറ്റസി. എല്ലാ തടസ്സങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. റൂയിഖസ്മാനിയ റാൽഹോറിയാസ് ബഹഷസ് ലഡ്രൈൻഡബുഖോ സ്റ്റാർഫാൽ ബറാസ്ഖോ ഷെതേജി ആംസ്തനി ഖാംതുറിനാസ്തന ഷമ്മ. എനിക്കൊരു കാര്യം നന്നായിട്ടറിയാം. ഈ സന്ദേശം ചിലത് നിങ്ങളെ വല്ലാതെ തൊടുന്നതും വല്ലാതെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാകുന്നൊരു ഘട്ടമാകും. അവരുടെ വിളിയെ തന്നെ ശരിക്കും എൻകറേജ് ചെയ്യുന്നതും അവരുടെ വിളി എന്തെന്ന് മനസ്സിലാക്കിക്കുന്നതും പലവട്ടം ആ വിളിയിൽ നിന്ന്
സ്കിപ്പായി പോകുന്നതുമായ വ്യക്തികളോടുള്ള ദൈവിക അരുളപ്പാടുകളാകുന്നു. അതുകൊണ്ട് പലതും സംഭവിക്കും. ഷാഖ ധർവഹന്ത ഷബാൽ ധർവാനസിയാർ ദീഖോൽ ധർമഹസി ലബാർത്ഥികന ഹതുരഗത ശഗദലമമദ ശഗദ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ലാംധർഗിവ ഹൽഖരമ ശഗദരജതുന ഹർഥുന. ഒരു ദൈവകരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്ന സകലരുടെയും ജീവിതങ്ങളിൽ സ്വർഗീയ ശക്തി വ്യാപരിക്കണം. അർത്ഥവിന റഗദലരഥ മഹസുദജനി വിരാൽധന്മ ഹർഗാസു അരൽഗോറിയ ഹംദർഗി മഹസർഗ മനാറിഗത ജലോഹ ലൈദർഗോസ് മാറില നദർഗോസ് മഹാർഗദിനി ഹംദനെ ശഗദലരഥ ജതുനിവിഗതൻ ഹസ്തബല ഘടക. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രതികൂലത്തെയും ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ സോൾ പ്രഷേഴ്സിനെയും യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. പ്ലാറ്റ്ഫോമിൻ്റെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന സകല വാദങ്ങളും സകല തിന്മകളുടെ വ്യാപാരത്തെയും തടസ്സങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ കട്ട് ചെയ്യുന്നു. In the name of Jesus Christ, like bright in the name of Jesus Christ, la brasa telga ram sathajeno lejando reghem sathajelokema es kovul under his maritania. യേശുവേ, അവിടുന്ന് ഞങ്ങളെ നിയന്ത്രിച്ചാണ്. തുടർന്നും ഞങ്ങളോട് ഇടപെടുക. സാന്നിധ്യം മാറാതെ, മങ്ങാതെ, മറയാതെ, കുറയാതെ കർത്താവേ, അവിടുന്ന് തുടരുവാൻ ഞങ്ങൾക്ക് കൃപയേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഇന്നത്തെ ഈ സന്ദേശം വ്യക്തമായും ചിലരോടുള്ള ആലോചനയാണ്. പലവട്ടം ദൈവശബ്ദങ്ങൾ നിങ്ങൾ പല കോണിൽ നിന്ന് കേട്ടിട്ടും നിങ്ങൾ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണെന്നും ദൈവം വിളിച്ച വ്യക്തിയാണെന്നും ദൈവം പലവട്ടം പറഞ്ഞിട്ടും സ്കിപ്പായി പലതിനെ ചൊല്ലി, പല കാരണം ചൊല്ലി, പലരെയും കാരണമായി ചൊല്ലി നിങ്ങൾ മാറി പോയ വ്യക്തിയാണെങ്കിൽ ദൈവം ആ വിളിയെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. താഴേക്ക് വായിക്കുമ്പോൾ അടുത്ത വാക്ക് നമുക്ക് കാണാൻ കഴിയും. ആരും പറയാതെ ഒരു വ്യക്തി വീണ്ടും യേശുവിൻ്റെ അടുത്ത് വരികയാണ്. 61-ാമത്തെ വാക്യമാണത്. കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം. പക്ഷേ ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരേണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. ദൈവങ്ങളെ, ഈ വാക്യം വളരെ ശ്രദ്ധേയമാണ്. തിരിഞ്ഞു നോക്കരുത് എന്ന ഒരു കൽപ്പന നമുക്ക് തന്നിരിക്കുന്ന ഒരു കർത്താവുണ്ട്. എന്താണ് കലപ്പ, കൈവയ്ക്കുക, തിരിഞ്ഞു നോക്കുക എന്നൊക്കെ പറയുന്നത്? കലപ്പ പാരമ്പര്യമായി പണ്ട് നാളുകളിൽ, അതായത് യന്ത്ര സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുൻപേ കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിലം ഉഴുതു മറിക്കുന്ന ഒരു മരത്തടിയാലുള്ള ഒരു ഉപകരണമാണ് കലപ്പ. പാശ്ചാത്യ നാടുകളിലും ഈ കലപ്പ ഉണ്ടായിരുന്നു. ഇരുവശങ്ങളിലേക്കും രണ്ട് ദിക്കുകളിലേക്ക് വിരിഞ്ഞിരിക്കുന്ന ഒറ്റത്തടിയോടുകൂടിയ കമ്പുകൾ വെട്ടിയെടുത്ത കലപ്പ പണ്ട് നാളുകളിലും ഉണ്ടായിരുന്നു. നിങ്ങളത് 1 രാജാക്കന്മാരുടെ പുസ്തകം 19:19 വായിക്കുമ്പോൾ ഏലീശ ഇതേ കലപ്പ ഉപയോഗിച്ച് ഉഴുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു കാര്യം ഞാൻ പറയട്ടെ, കലപ്പമേൽ കൈവച്ചവൻ അവൻ ഒരു വിതയ്ക്കും ഒരു കൊയ്ത്തിനും അവകാശമുള്ളവനാണ്, കർഷകനാണ്. കലപ്പമേൽ കൈവച്ചവൻ പാടത്തേക്ക് ഇറങ്ങിയവനാണ്. വയലിന്റെ കണ്ടീഷൻ നന്നായിട്ടറിയാവുന്ന ഒരു വ്യക്തിയാണ് കലപ്പയും കൊണ്ട് ഇറങ്ങുന്നത്. എങ്ങനെ കർഷകനാകുള്ളൂ? കർത്താവ് ഇവിടെ പറയുന്ന ഒരു കാര്യം, കർത്താവിന് ആദ്യം കമ്മിറ്റ് ചെയ്യാണ്, ഞാൻ നിന്നെ അനുഗമിക്കാം. പക്ഷെ രണ്ടാമതൊരു ക്ലോസ് അതിൻ്റെ ഇടയിൽ വെക്കുകയാണ്, എൻ്റെ വീട്ടുകാരോടും ബന്ധുക്കളോടും എനിക്ക് യാത്ര പറയണം. ഒരിക്കലും ഈ മനുഷ്യനുള്ള ദർശനത്തിന് വീട്ടിലുള്ളവർ അംഗീകരിക്കുകയില്ലെന്നും അനുകൂലമാകുകയില്ലെന്നും, ഇനി വീട്ടിലുള്ളവർ അനുകൂലമാണെങ്കിലും അവരുമായി ബന്ധപ്പെട്ട മറ്റ് ചിലർ ഈ മനുഷ്യന്റെ ദർശനം തെറ്റിക്കുന്ന രീതിയിൽ സംസാരിക്കുമെന്നും, ഇവൻ വീട്ടിൽ യാത്ര പറയാൻ പോയാൽ മടങ്ങി വരാതെ ഇവനെ അവിടെ ലോക്ക് ചെയ്യുമെന്നും കർത്താവിന് നന്നായിട്ട് അറിയാം. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പലർക്കും യേശുവിനെ അനുഗമിക്കാൻ ഇഷ്ടമാണ്.
ജീവൻ വെച്ചു കളയാൻ വരെ തയ്യാറുള്ള വ്യക്തികൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും നിർബന്ധം പിടിക്കരുത്. വീട്ടിലുള്ളവരും കൂടെ എന്നെ അംഗീകരിച്ചായിരുന്നെങ്കിൽ, എന്നെ അറിയാവുന്നവരും കൂടെ എൻ്റെ കൂടെ ഒന്ന് നിന്നായിരുന്നെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നവരും കൂടെ എൻ്റെ കൂടെ ഒന്ന് നിന്നെങ്കിൽ ഞാൻ അസാധാരണമായി ഉപയോഗിക്കപ്പെടുമെന്ന്. മറ്റ് രണ്ടാമത്തെ കാര്യം കലപ്പ. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കാളെ പൂട്ടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു സ്റ്റഡി ബാർ, 2 ഇരുമ്പിന്റെ ഹുക്കുകളുള്ള സ്റ്റഡി ബാർ കാളയുടെ കഴുത്തിൽ കൊടുത്ത ശേഷം കർഷകൻ കലപ്പയെടുത്ത് അതിൻ്റെ പുറത്തേക്ക് വെച്ച് ഒരു കെട്ട് കെട്ടി നേരെ പിന്നെ കാളയെ ആശ്രയിച്ചുകൊണ്ട് പോകുവല്ല ചെയ്യുന്നത്. കാള മുന്നേ വലിച്ചാലും കർഷകന് ചില ക്വാളിറ്റി വേണം കലപ്പ പിടിക്കണമെങ്കിൽ. ഗ്ലോറി ടു ജീസസ്. ഫ്രണ്ടിൽ 2 കാളയുണ്ടല്ലോ, 6 കാളയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാലും കലപ്പ പിടിക്കുന്ന കർഷകന് ചില ക്വാളിറ്റി വേണം. ഒന്ന്, ദൃഢതയുള്ളൊരു മനസ്സ് ഒരു കർഷകന് വേണം, കലപ്പ പിടിക്കാൻ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണം. 2, കലപ്പയുടെ ഉപയോഗം അറിയണം. കലപ്പ മുതുചൊറിയാനുള്ള സാധനമല്ല, നിലം ഉഴാനുള്ള സാധനമാണെന്ന് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പുള്ളി ഈ തോളിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുമ്പം അത് തന്നെ യഥമെന്ന് പറഞ്ഞിരിക്കും, നിലത്തിറക്കണ്ടല്ലോ. മൂന്നാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, കാളയുടെ വേഗതയ്ക്കൊത്ത് ചിലപ്പോൾ ഓടേണ്ടി വരും, ചിലപ്പം നടക്കേണ്ടി വരും. ഗ്ലോറി ടു ജീസസ്. എല്ലാ കാളകളും നടക്കുന്ന കാളകളല്ല, എല്ലാ കാളകളും നില്ല് കാള എവിടെയെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന കാളകളല്ല, എല്ലാ കാളകളും ഓടുന്ന കാളകളുമല്ല. അപ്പൊ ചിലപ്പോ ഇതിനെയൊക്കെ തെളിക്കേണ്ടി വരും, ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ രീതി അനുസരിച്ച് നിൽക്കേണ്ടതായിട്ട് വരും. അപ്പൊ കലപ്പ പിടിക്കുമ്പോൾ മടുത്തു പോകരുത്. യേശുവിൻ്റെ നാമത്തിൽ തിരിഞ്ഞു നോക്കല്ല. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ അതിന് ഉഴുന്നില്ലല്ലോ പാസ്റ്ററെ, ഞാനൊരു കർഷകനല്ലല്ലോ എന്ന് നിങ്ങൾ പറയുമ്പോൾ, സുഹൃത്തെ, നിങ്ങളെ കർത്താവ് പ്രാർത്ഥന തന്ന്, അഭിഷേകം തന്ന്, ദർശനം തന്ന് നിർത്തിയിരിക്കുമ്പോൾ എല്ലാവരും നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് മൂവ് ചെയ്തെങ്കിൽ ഞാൻ വല്ലാതെ പ്രയോജനപ്പെട്ടേനെ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ വലിയൊരു തെറ്റ് അതിൻ്റെ നടുവിൽ പറ്റുന്നുണ്ട്. അടുത്തൊരു കാര്യം, കലപ്പമേൽ കൈവയ്ക്കുമ്പോൾ കാള കലപ്പയും വലിച്ചുകൊണ്ട് ഓടും. പക്ഷെ നിലം ഉഴുതു മറിയണമെങ്കിൽ കലപ്പ പിടിക്കുന്നവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരു ആമേൻ പറയാൻ പറ്റുമോ? നിലം ഉഴുതു മറിയണമെന്നുണ്ടെങ്കിൽ, നിലം ശരിക്കൊന്ന് ഉഴുതു മറിയണമെന്നുണ്ടെങ്കിൽ കലപ്പ പിടിക്കുന്ന കർഷകന്റെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത്. നിലം ഉഴുന്ന കാളയെ പൂട്ടിയവന്റെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത്. തിരിഞ്ഞു നോക്കരുത്. അതായത് അഭിഷേകം ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങളിലാണ് കാര്യം ഇരിക്കുന്നത്. കലപ്പ ശരിയല്ല, കലപ്പ ആഴത്തി ഇറങ്ങണമൊന്നുമില്ല, കലപ്പയുടെ മുനമ്പ് ശരിയല്ല, ആകെ പ്രശ്നമാണ്. ഇമ്പോർട്ട് ചെയ്താലേ കാര്യം നടക്കുള്ളൂ. മുട്ടാപ്പോക്ക് ന്യായം പറയരുത്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, മിനിസ്ട്രിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മൂർച്ച വേണ്ടത് കലപ്പയ്ക്കല്ല, മൂർച്ച വേണ്ടത് നിനക്കാണ്. ഹല്ലേലൂയ. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, പണ്ടുള്ള കലപ്പ മണ്ണിൽ ആഴത്തിൽ ഇറങ്ങുന്ന കലപ്പയല്ല, മണ്ണ് വെട്ടിമുറിച്ച് ആഴത്തിൽ ഇറങ്ങിപ്പോകുന്ന കലപ്പയല്ല, ഉറച്ച മണ്ണുകളാ ഇറങ്ങിപ്പോകുന്ന ഇതല്ല. കാളയ്ക്കൊത്ത് അത് കൺട്രോൾ ചെയ്യുന്ന ഏലീശായുടെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. കാള 6 ഏർക്കാളകളെ പൂട്ടി പുള്ളി വലിയ ഫ്രീക്കൻ ഭയ്യന്മാർ ബൈക്കിൽ പോകുന്ന പോലെ പോയി എന്നൊക്കെ നമുക്ക് വായിക്കാൻ നല്ല സുഖ. പക്ഷെ ഏലീശയോട് ചോദിക്കണം. വെറുതെ ഒന്നുമല്ല ഏലിയാവ് പോയി പുതപ്പ് പതപ്പിച്ചത്. പഠിക്കുമ്പോൾ കാര്യമായിട്ട് മനസ്സിലാവും. വെറുതെ ഒന്നുമല്ല സഹോദര, വെറുതെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് നമുക്കൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വെറുതെ ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. ഞാൻ ശിഷ്യത്വത്തിന്റെ പരീക്ഷണങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശിഷ്യനാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നിലം അറിയണം. അതാ വാക്ക്, നിലം അറിയണം. നമ്മളെ ആരെയും കർത്താവ് സുഖലോലുപതയ്ക്കായിട്ട് വിളിച്ചിട്ടില്ല, സുഖലോലുപത തരത്തില്ല എന്ന് പറഞ്ഞിട്ടുമില്ല. ക്രിസ്തീയ ജീവിതത്തിൽ ചില സഹനങ്ങൾ വരും. മൈ ഡിയർ ആൻഡ് ബ്രദർ ആൻഡ് സിസ്റ്റർ, ചില സഹനങ്ങൾ വരും.
അതിനെ ഉഴുതു മറിച്ച് മുൻപോട്ട് പോകുമെന്ന തീരുമാനം, ആദ്യ സ്നേഹം, ആദ്യ ചിന്തകൾ, ആദ്യ ഉറപ്പ്, നീ കലപ്പമേൽ കൈ വെച്ചപ്പോൾ ഉള്ള ആ മനോഭാവം, ഞാൻ നിന്നെ അനുഗമിക്കാം. യേശുവിനോട് ഈ മനുഷ്യൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ അനുഗമിക്കാം. വെച്ചിട്ട് പെട്ടെന്നൊരു ചിന്ത, അയ്യോ വീട്ടിൽ പറഞ്ഞില്ല, വീട്ടുകാരനുകൂലമാകുമോ, ബന്ധുക്കൾ അനുകൂലമാകുമോ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ കോവർക്കേഴ്സ് അനുകൂലമാകുമോ, ഞാൻ ഇതിലാന്ന് പറഞ്ഞാൽ പ്രശ്നമാകുമോ, അപ്പൊ ഞാൻ അവർക്കൊത്ത് വസ്ത്രം ധരിക്കണ്ടേ, അവർക്കൊത്ത് ഞാൻ ആകണ്ടേ, അവരുടെ ചിന്തകൾക്കൊത്താകണ്ടേ, അവരുടെ പൊട്ടച്ചൊല്ലുകൾക്കൊത്താകണ്ടേ? ഈ ചിന്ത നീ ദൈവരാജ്യത്തിന് യോഗ്യമല്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അതാണ് യേശു മുകളിലത്തെ ശിഷ്യനോട് പറഞ്ഞത്, മുകളിൽ പറഞ്ഞ ആളോട് പറഞ്ഞത്, അപ്പനെ കുഴിച്ചിടണമെന്ന് പറഞ്ഞപ്പെടാ, മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കും, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കും. 2 കാള അല്ല, 12 ഏർക്കാളകളെ പൂട്ടി ഏലീശ ഉഴുതോണ്ടിരുന്നു എന്ന് പറയുമ്പോ കാളയുടെ കയ്യിലല്ല ഉഴുതിരിക്കുന്നത്. കാള കലപ്പയും വലിച്ചോണ്ട് ഓടുമ്പോ കലപ്പ നിയന്ത്രിക്കുന്ന കർഷകന്റെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത്. ഉഴണമെങ്കിൽ ഒന്ന് കലപ്പ പിടിക്കാൻ അറിയണം. നമ്മൾ കാർ ഓടിക്കുമ്പോൾ ഗിയറിന്റെ ഷാഫ്റ്റിന്റെ മേൽ കൈവയ്ക്കുന്ന പോലല്ല, ഗിയർ ലിവറിന്റെ മേൽ കൈവയ്ക്കുന്ന പോലല്ല കലപ്പ പിടിക്കുന്നത്. കാളയുടെ ഓട്ടത്തിനൊത്ത് അവന്റെ ശരീരം വളയണം. 2 ശ്രദ്ധയോടെ ചെയ്യേണ്ട ജോലിയാണ് കലപ്പ പിടി. കലപ്പ ഒരു കയ്യിൽ കലപ്പയും ഒരു കയ്യിൽ വാട്സാപ്പും ഇരുന്ന കാള എടുത്ത് അടിക്കുവനെ, ഒന്നുമില്ല ഈ നിലമെങ്കിലും എടുത്ത് അടിക്കും. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം വിളിച്ചിരിക്കുമ്പോൾ ദർശനം തെറ്റരുത്. ഒരു കയ്യിൽ കലപ്പയും ഒരു കയ്യിൽ വാട്സാപ്പും ആകരുത്. എന്താണെങ്കിലും ദർശനം തെറ്റരുത്. കാള ഈ ഉഴുന്നതിനൊരു രീതിയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പാടം ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോൾ ഒന്നിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കളി മാറും, ഫൗളാവും. കറക്റ്റ് സർക്കിൾ എല്ലാ സ്ഥലവും ആ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഉഴുത് മറിച്ച് കഴിയുമ്പോൾ കാള ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള പിന്നെ വയലല്ല, പിന്നെ ഉഴുതിട്ട് തിരിച്ചു കയറുമ്പോൾ എല്ലാവരും ഒരു പോലിരിക്കും. സ്തോത്രം. അപ്പൊ അത് കറക്റ്റ് സർക്കിൾ അല്ലെങ്കിൽ നേരെ ഉഴുത് ഒരു പോലെയാണ് കാളയെ പൂട്ടി ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം കാളയുടെ കയ്യിലല്ല. കാള ഓടിച്ചോളും, കാള ചെയ്തോളും, അതല്ല. കലപ്പ പിടിക്കുന്ന കർഷകന്റെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത്, അല്ലെങ്കിൽ കാളെ പൂട്ടിയവന്റെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത്. അടുത്ത കാര്യം, എല്ലാവർക്കും കാളെ പൂട്ടാൻ പറ്റത്തില്ല, അതും കൂടെ അറിയണം. എല്ലാവർക്കും കാളെ പൂട്ടാൻ പറ്റത്തില്ല. ഞാൻ പുലിയെ വരെ പിടിക്കുന്ന ആളാന്ന് പറഞ്ഞാൽ നീ പുലിയെ പിടിച്ചോ, പക്ഷെ കാളെ പൂട്ടാൻ പറ്റത്തില്ല. കർഷകനെ അറിയാവുന്ന കാളെ പൂട്ടാൻ നിന്ന് കൊടുക്കുകയുള്ളൂ. കർഷകനോട് ചോദിച്ചാൽ പറഞ്ഞുതരും. കർഷകനെ നല്ല പരിചയം, ഇത് കർഷകനാണ്, പുള്ളിയോട് കളിച്ചാൽ എൻ്റെ തോല് മുറിയും എന്നറിയുന്ന കാള മാത്രമേ നിന്ന് കൊടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ചവിട്ട് കിട്ടും. മറ്റൊന്ന്, ഞാൻ വലിയ കർഷകനാന്ന് പറഞ്ഞ് നെഞ്ചു പിരിച്ച് പോവല്ല ചെയ്യണ്ടേ, കാള അനുസരിക്കണമെങ്കിൽ കാളെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ ഒരു ശുശ്രൂഷയുടെ മനോഭാവം ഇല്ലാത്ത കർഷകന് കാളെ പൂട്ടി കലപ്പ കയ്യിലെടുക്കാൻ പറ്റത്തില്ലെന്ന് സാരം. തോളിലിരിക്കും, കലപ്പ തോളിലിരിക്കും, പക്ഷെ കണ്ടെത്തി ഇറങ്ങുകയല്ല. ഹല്ലേലൂയ. കലപ്പ തോളിലിരിക്കും, പക്ഷെ കണ്ടെത്തി ഇറങ്ങുകയല്ല. കാള പൂട്ടുമ്പോൾ നിന്ന് കൊടുക്കണമെങ്കിൽ ഒന്ന് കാളെ കർഷകൻ അറിയണം, കാളയ്ക്ക് കർഷകനെയും അറിയണം, കർഷകന്റെ രീതിയും സ്വഭാവവും അറിയണം. 2, കർഷകനാൽ ശുശ്രൂഷിക്കപ്പെട്ടിട്ടുള്ള കാളയായിരിക്കണം. അതാ കർഷകനെ അറിയണമെന്ന് ഞാൻ പറഞ്ഞു. കർഷകന്റെ മനസ്സറിയണം, കർഷകന്റെ വേഗത അറിയണം. ഇതെല്ലാം കാള മനസ്സിലാക്കണം. അന്നേരമാണ് ചിലപ്പം നടക്കേണ്ട സ്ഥലത്ത് കാള ഓടിയാൽ ഒരു തട്ട് ബാക്കിൽ നിന്ന് കൊടുക്കുമ്പം അത് അനുസരണത്തിനാണ് എന്ന് മനസ്സിലാക്കും. എന്റെ കാള ഭയങ്കര ഓട്ട, ഞാൻ പിടിച്ചിട്ട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് കലപ്പ എടുത്ത് തോട്ടിലെറിഞ്ഞിട്ട് വന്നാൽ അവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. സ്തോത്രം. സഹോദര, ഒരു വ്യക്തിയെ നേടേണ്ടത് ദേഷ്യപ്പെട്ടല്ല, സ്നേഹം കൊടുത്ത ശുശ്രൂഷ സ്നേഹത്തിൻ്റെതാണ്. യേശുവിന്റെ ശുശ്രൂഷ എന്തായിരുന്നു? സ്നേഹത്തിൻ്റെതായിരുന്നു. അദ്ദേഹം കലപ്പ നിയന്ത്രിച്ചില്ലേ?
അദ്ദേഹം മര്യാദയ്ക്കൊന്ന് കലപ്പ പിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഈ അഭിഷേകത്തെക്കുറിച്ച് പ്രസംഗിക്കൂ, ഈ ശുശ്രൂഷയെക്കുറിച്ച് പ്രസംഗിക്കൂ? കർത്താവ് മടുത്തിട്ടേച്ചു പോയെങ്കിൽ പ്രസംഗിക്കൂ? ഇല്ല. സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് യഥാർത്ഥ ശുശ്രൂഷ. ഒരു അപ്പൻ്റെ ഹൃദയമാണ് യേശുവിനുണ്ടായിരുന്നത്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തി, മിനിസ്ട്രിക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തി, ഒരു ശുശ്രൂഷകൻ, ഒരു ദൈവ പൈതൽ, മൈക്കെടുക്കുന്നവൻ മാത്രമല്ലെന്നേ, പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചും കൂടെ ഞാൻ ഈ പറയുന്നത്. അവർക്ക് സ്നേഹത്തിന്റെ ശുശ്രൂഷയാണ് ആദ്യം വെളിപ്പെടേണ്ടത്, ഭൂതം പുറത്തു പോകുന്ന ശുശ്രൂഷയല്ല. ഹല്ലേലൂയ. ആ ഒരു ഹൃദയം ഉണ്ടാകാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കണം. അടുത്തത്, കാളെ പൂട്ടിക്കഴിഞ്ഞതിന് ശേഷം കലപ്പ വെച്ച് കെട്ടി മണ്ണിൽ കലപ്പ ഉറപ്പിച്ചു. കാള വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ബലവും ഉറപ്പും ശ്രദ്ധയുമാണ് അടിയുന്നേ കട്ടകൾ ഉടച്ച് മണ്ണ് ഉഴുതുഴുതുഴുതുഴുതുഴുതുഴുത് ഞാറ് നടാനാണെങ്കിലും വിതയ്ക്കാനാണെങ്കിലും ആ മണ്ണ് പരുവമായി തീരുന്നത്. കാള വലിച്ചോളൂ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ലിവറി പിടിച്ചോണ്ടിരുന്നാൽ കട്ട അതുപോലെ കിടക്കും, നിലം അതുപോലെ കിടക്കും. നിലം യോഗ്യമാകുകയില്ല, നിലം യോഗ്യമാകുകയില്ല. ചതുപ്പായിട്ട് തന്നെ കിടക്കും, നിലം യോഗ്യമാകുകയില്ല. ഇന്ന് പകലിൽ, ഇന്ന് ഈ സമയം സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാന്യ സുഹൃത്തെ, നല്ല ഒരു കർഷകൻ നമുക്ക് മുൻപേ ഓടിയിട്ടുണ്ട്. കലപ്പമേൽ കൈവച്ചിട്ട് അയ്യോ ഈ യാതന എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല, ഈ പട്ടിണി എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല, ഈ അടി എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല, ഈ പരിഹാസം എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല, ഈ ശുശ്രൂഷ, ഈ രീതിയിലുള്ള ശുശ്രൂഷ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല, ഈ ഭക്ഷണം എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല, ഈ വ്യക്തികൾ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല, ഇങ്ങനെയുള്ള സ്വഭാവക്കാരുമായിട്ട് എനിക്ക് പറ്റത്തില്ല മിനിസ്റ്റർ ചെയ്യാനെന്ന് പറഞ്ഞില്ല. എല്ലായിടവും ഒരേ ഭാവം തന്നെ സ്വീകരിച്ച നമ്മുടെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി വേണം മിനിസ്ട്രിക്ക് ഇറങ്ങാൻ. ദൈവാത്മാവ് പറയുന്നു, തിരിഞ്ഞു നോക്കല്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. സഹോദര, വയലിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. നീ വെയിൽ കൊള്ളേണ്ടി വരും. ചിലപ്പോൾ നീ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴയായിരിക്കും. ചിലപ്പോൾ നീ ഉദ്ദേശിക്കുന്ന സമയം പണി തീരത്തില്ല. ചിലപ്പോൾ കാള നിന്നെ അനുസരിച്ചില്ലെന്ന് വരും. പലതും സംഭവിക്കും. ചിലപ്പോൾ അതിലൊരു കാളയ്ക്ക് വയ്യാണ്ട് വരും. പലതും സംഭവിക്കും. കർഷക, നീ മടുക്കരുത്. ഏലീശായെ കുറിച്ച് പറഞ്ഞ എന്നാ ഞാൻ അതൊന്ന് വായിക്കും. അത് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഏലീശായെ 1 രാജാക്കന്മാരുടെ പുസ്തകം 19:19. ഒന്ന് നോക്കിയേ, 1 രാജാക്കന്മാർ 19:19. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ ഏലീശയെ കണ്ടെത്തി. അവൻ 12 ഏർക്കാള പൂട്ടി. 12 ഏർക്കാളയൊക്കെ പൂട്ടണമെന്നുണ്ടെങ്കിൽ ഏലീശ ചില്ലറക്കാരനുമല്ല. ഏലീശ അത്ര തഴക്കം വന്നൊരു വ്യക്തിയാണ്. 12 ഏർക്കാള കാള പൂട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അതറിയാവുന്നവർക്കറിയാം. കാള പൂട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി കാര്യമല്ല. നമ്മളൊരു പട്ടിയെ തുടലിന് പിടിച്ച് നിയന്ത്രിക്കുന്ന പോലെ അല്ല ഒരു കാളയെ നിയന്ത്രിക്കുന്നത്, പ്രത്യേകിച്ച് ഉഴാൻ വേണ്ടി പൂട്ടുന്നത്. അതൊരു പ്രത്യേക വശമാണ്, ഒരു രീതിയാണ്. തഴക്കം വേണം, അഭ്യാസം വേണം. വായിക്കുമ്പോൾ ഏർക്കാള പൂട്ടി ഉഴുവിച്ചു കൊണ്ടിരുന്നു. 12ാമത്തേതിനോടുകൂടെ താൻ തന്നെയായിരുന്നു. 12ാമത്തേതിനോടുകൂടെ താൻ തന്നെയായിരുന്നു. അതിനെ മനസ്സിലായോ? അപ്പൊ കാള അങ്ങനെയാ, കാള ഇങ്ങനെയാന്നൊന്നും പറഞ്ഞല്ല. 12ാമത്തേതിനോട് കൂടെ താൻ തന്നെ പൂട്ടി ഉഴുവിച്ചു കൊണ്ടിരുന്നു എന്നാണ് വചനം പറയുന്നത്. 2 കാളയെ പൂട്ടി ഉഴുന്ന പാട് കർഷകരോട് ചോദിച്ചാൽ പറയും. 12 ഏർക്കാളയെ പൂട്ടി ഉഴുന്ന കാര്യം, അതിന്റെ വേഗത,
അതിൻ്റെ രീതി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മാത്രം മതി. 2 കാള പൂട്ടിയാണ് കർഷകൻ ഉഴുന്നെങ്കിൽ അതിൻ്റെ അവസ്ഥ കർഷകൻ അറിയാം. 12 ഏർക്കാളെ പൂട്ടണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പുള്ള മനുഷ്യന്റെ ലൈഫിൽ അവൻ ചരട് പിടിക്കേണ്ട കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളല്ല. എലീശായുടെ മേൽ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അവൻ ഹാൻഡിൽ ചെയ്യേണ്ടത്, അവൻ നിയന്ത്രിക്കേണ്ടി വരുന്നത്, അവൻ ജീവിതത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും ചെറിയ കാര്യമല്ല. നമ്മളെയൊക്കെ കർത്താവ് ചെറിയ കാര്യത്തിൽ നിന്നാണോ വിളിച്ചത്? അല്ല. ഒരുപാട് സഹനങ്ങൾക്കകത്തു നിന്നും വേദനകൾക്കകത്തു നിന്നും പഠിപ്പിച്ചതിന് ശേഷമാണ് കർത്താവ് എന്നെ നിങ്ങളെയൊക്കെ വിളിച്ചത്. എന്നേക്കാൾ സഹനങ്ങൾ അനുഭവിച്ച വ്യക്തികൾ ഇതിനകത്തുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ ഇത്രയും പേര് കാണുമ്പോൾ നിങ്ങളെക്കാൾ പല സഹനങ്ങൾ ഞാൻ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ചില മേഖലകളിൽ. അതൊക്കെ ആയിരുന്നു എന്നെ തെരഞ്ഞെടുക്കാനുണ്ടായ ഛേദോവികാരം. ഹല്ലേലൂയ. 12ാമത്തേതിനോടുകൂടെ താൻ തന്നെയായിരുന്നു. ഇവിടെ യേശു ആ ശിഷ്യനോട് പറയാണ്, എടാ മോനെ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാമെന്നുള്ളവനല്ല. കർഷകന്റെ അടുത്ത ക്വാളിറ്റി ഞാൻ പറയാണ്. കാള ഓടും, അത്രയും ആ ഒരു ചെറിയ ഒരു പിടുത്തമുണ്ട്, ഒരു പിടിയുണ്ട്, കൈപ്പിടി. അതിനെ അത്രയും മണ്ണിലേക്ക് കുത്തി ആഴത്തിന് ഇറക്കി ആ പിടിത്തം വിടാതെ ഇരുന്നാല് കാള നടക്കുകയോ ഓടുകയോ ചെയ്യുമ്പോൾ മണ്ണ് ഇളകേണ്ട പോലെ ഇളകി ഉഴുതു മറിയുള്ളൂ. അതിനകത്ത് വിത്തിട്ടിട്ടേ കാര്യമുള്ളൂ. ഇന്ന് രാത്രിയിൽ ഈ സമയം ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാന്യ സുഹൃത്തെ, കലപ്പയ്ക്ക് കൈവച്ചപ്പോ നീ മണ്ണിലൊന്ന് ആഴ്ത്തി വെച്ചായിരുന്നു. അതുകൊണ്ട് കുറെ ദൂരമൊക്കെ ഈ ഇളകി മറിഞ്ഞ് പൊട്ടി തകർന്നങ്ങ് പോയി. മുൻപോട്ട് പോകുമ്പോ കലപ്പമേൽ വെച്ച കൈ ഒന്ന് ഇളകിയിട്ടുണ്ടോ എന്ന് നോക്കാൻ ദൈവാത്മാവ് പറയുന്നു. മണ്ണിൽ ആഴത്തിൽ ഇരിക്കണം എന്നുള്ള നിന്റെ തീരുമാനത്തിനകത്ത് ഇളക്കം തട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. സ്വാഭാവികമായിട്ട് കൈ ലൂസാവും, കലപ്പ മേലോട്ട് പൊങ്ങും, കാള മുമ്പോട്ട് പോകും, പക്ഷെ കട്ട ഉടയത്തില്ല, മണ്ണിളകത്തില്ല. ചിലതൊക്കെ ജീവിതത്തിൽ ഇളകി മാറാത്തതിന്റെ കാരണം ഞാൻ പിടിച്ച കലപ്പയ്ക്കുള്ള പ്രശ്നമല്ല, കലപ്പ പിടിച്ച എനിക്കുള്ള കുറവുകളാണെന്ന് തിരിച്ചറിയാൻ ദൈവാത്മാവ് അന്തരാത്മാവിൽ ഒന്ന് ഇടപെടുന്നെങ്കിൽ ഇന്ന് ഈ സമയം താങ്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് പറയുന്നു, ആ വിഷയത്തിൽ നീ ഒന്ന് ഉണരുക. കലപ്പമേൻ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ കൊള്ളാമെന്നുള്ളവനല്ല. 12 ഏർക്കാളെ പൂട്ടി പണി ചെയ്യുന്നത് അത്ര എളുപ്പപ്പണിയേ അല്ലെന്ന് ഏലിയാവ് അറിഞ്ഞതുകൊണ്ട് 12 ഏർക്കാളെ മേയ്ക്കാനും പോന്ന നീ ഈ ദേശത്തെ പൈശാചിക മണ്ഡലങ്ങളെ മേയ്ക്കാൻ ഏറ്റവും നല്ല യോഗ്യനായെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാ ചോദിക്കാതെ പുതപ്പ് കൊണ്ട് തന്റെ മേൽ പുതച്ചത്. നീ ചോദിച്ചിട്ടല്ല ഈ ശുശ്രൂഷ താങ്കളുടെ മേൽ വെളിപ്പെട്ടതെന്നുണ്ടെങ്കിൽ, താങ്കൾ ചോദിച്ചിട്ടല്ല ഈ കൃപ നിങ്ങളുടെ മേൽ ദൈവം പകർന്നെന്നുണ്ടെങ്കിൽ, താങ്കൾ നനച്ചതുപോലുമല്ല ഇന്ന് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമെന്നുണ്ടെങ്കിൽ തിരിച്ചറിയ, നിന്നെ വിളിച്ച ദൈവത്തിന്റെ വിളിയുടെ ശബ്ദം ചെറുതല്ല. സാഹചര്യങ്ങൾ നിങ്ങളോട് പറയും കേറ് വരമ്പത്ത്, വെയിൽ നിങ്ങളോട് പറയും കേറ് വരമ്പത്ത്, വേറെ പണിയില്ലേ. കാള നിങ്ങളോട് പറയും നടക്കൂല. എന്നാ പൂട്ടാനുള്ള കൃപ തന്നേക്കുന്ന നിനക. പൂട്ടിയത് നീയാണെങ്കിൽ നിയന്ത്രിക്കേണ്ടത് നീയാ. കാളെ പൂട്ടാതെ കല്ലപ്പ വെക്കാൻ പറ്റുകയല്ല. കാളെ പൂട്ടാൻ ദൈവം നിന്നെ ഉപയോഗിച്ചെങ്കിൽ, കാള എല്ലാവർക്കും നിൽക്കുന്ന സാധനമൊന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ, കാളെ പൂട്ടാൻ ദൈവം നിന്നെ ഉപയോഗിച്ചെങ്കിൽ കലപ്പ പിടിക്കാനാണോ പിന്നെ പാട്? ഒറ്റ കാര്യം മതി, നിന്റെ ശരീരത്തിന് ഉറപ്പ് വേണം. മനസ്സ് ആരോഗ്യമില്ലാത്ത ആൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. 2 മനസ്സിന് ഉറപ്പ് വേണം. 3 മണ്ണിൽ ആഴത്തിൽ ഇറക്കാനുള്ള ഒരു ആരോഗ്യം നിനക്ക് വേണം. ഇത് ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, മനസ്സുകൊണ്ടും അർപ്പണബോധം കൊണ്ടും ദൈവാശ്രയം കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആമേൻ. ആ നിലത്തിൽ നീ വിതച്ചാൽ, എന്നിട്ട് നീ വിതച്ചാൽ സഹോദര, നിന്റെ അധ്വാന ഫലം നീ തിന്നും. അത് തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും ഒന്നും എടുത്തോണ്ട് പോകത്തില്ല. കാരണം വയലിൽ നീ അനുഭവിച്ച വേദന കാണുന്നൊരു ദൈവമുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ഉഴുതുമറിക്കപ്പെടാൻ, നീ അനുഭവിച്ച ഈ കട്ടകളൊക്കെ ഒന്ന് ഉടയ്ക്കാൻ നീ അനുഭവിച്ച വേദന കാണുന്ന ഒരു ദൈവമുണ്ട്. പ്രതിഫലം തരാതിരിക്കുവോ? പ്രതിഫലം തരാതിരിക്കുവോ? നിന്നെ മറന്നു കളയോ ദൈവം? നിന്നെ ഉപേക്ഷിച്ച് കളയോ ദൈവം?
നിന്നെ കണ്ടില്ല എന്നടിക്കുമോ ദൈവം? തിരിഞ്ഞു നോക്കല്ലെന്ന് ദൈവാത്മാവ് പറയും. ഈ വിശ്വാസത്തിൽ ഇറങ്ങിയതാ പ്രശ്നം, ഈ കൂട്ടത്തിന്റെ കൂടെ കയറിയതാ പ്രശ്നം എന്നൊക്കെ നിങ്ങളുടെ ചിന്ത പറയുന്നുണ്ടെങ്കിൽ ശാസിക്ക്. ദൈവം വിളിച്ചത് വിശ്വസ്തനായിട്ടാണ് വിളിച്ചത്, വിശ്വസ്തനായിരിക്കാനാണ് വിളിച്ചത്. അതുകൊണ്ട് കലപ്പമേൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നത് ശരിയല്ല. കർത്താവ് നിങ്ങളോട് പറയുന്നു, ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് വന്നത്, പക്ഷെ ഒന്നും നടന്നില്ല. സഹോദര, ഏറ്റവും മുകളിൽ 57-ാമത്തെ വാക്യത്തിൽ ഒരു ന്യായശാസ്ത്രി വലിയ സുഖലോലുപതകളുടെ നടുവിൽ നിന്ന് ഇതേ വാക്ക് കർത്താവിനോട് പറഞ്ഞപ്പോഴും കർത്താവ് ഇത് തന്നെ പറഞ്ഞത്. നീ എന്തോ ഉദ്ദേശിച്ച് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ്? സുഖലോലുപത ലഭിക്കും, പണമുണ്ടാക്കാം, 2 ടാറെടുക്കാം, ഈ ഉദ്ദേശത്തോടെയാണ് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ്. കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, പക്ഷേ നീ കൂടെ വരാന്ന് പറഞ്ഞ് മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടവില്ല. വരാൻ തയ്യാറാണോ? ഐ ആം സോറി. അയാൾ വിട്ടു. രണ്ടാമത്തെ ആളെ വിളിച്ചപ്പോൾ പറഞ്ഞു, അപ്പം മരിച്ചുപോയി, കുഴിച്ചിട്ടിട്ട് വരാം, വിട്ടു. മൂന്നാമത്തെ ആൾ പറഞ്ഞു, വിളിക്കാതെ പറഞ്ഞു, ഞാൻ കൂടെ വരാം, ആശയുണ്ട്, പക്ഷെ ഒരു കാര്യം ആൾക്കാരോട് ചോദിക്കണം. സഹോദര, ആൾക്കാർ നയിക്കുന്നത് പോലെ നിങ്ങൾ ഓടാൻ നിന്നാൽ കലപ്പ നിങ്ങളുടെ കയ്യിലല്ല വരുന്നത്, നുകം നിങ്ങളുടെ കഴുത്തിലാ വരുന്നത്. സ്തോത്രം. മനസ്സിലായോ? ആൾക്കാർ പറയുന്ന പോലെ, ആൾക്കാരുടെ പരിഹാസം കേട്ട്, ആൾക്കാരുടെ ഡിസ്കറേജ്മെന്റ് കേട്ട്, ആൾക്കാരുടെ വാക്ക് കേട്ട്, ആരൊക്കെയോ ഊതുമ്പോ അങ്ങോട്ട് പറക്കാനും, ആരൊക്കെയോ ശാസിക്കുമ്പോ ഇങ്ങോട്ട് ഓടാനും, ആരോ പറയുമ്പം അങ്ങോട്ടേക്ക് പോയി വിളിക്കാനും ഒക്കെ ആൾക്കാർ ഊതുന്നിടത്തേക്ക് നിങ്ങൾ പറക്കാൻ നിന്നാൽ എല്ലാ കാലവും നിങ്ങളൊരു കീറ പേപ്പർ കഷ്ണമായി പോകും. ഉറച്ചു നിൽക്ക്, ഉറച്ചു നിൽക്ക്, ഉറപ്പോടെ നിൽക്ക്. അവിടെയും ഇവിടെയും ഒന്നും നിങ്ങൾ ഓടല്ലേ. അവരെന്ത് പറയുന്നു, ഇവരെന്ത് പറയുന്നു എന്ന് കേൾക്കാൻ പോകല്ലേ. ദൈവം എന്ത് പറയുന്നു എന്ന് കേൾക്കൂ. ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നറിയൂ. അവരെ വിളിച്ചാൽ അവരെന്ത് പറയും, ഇവരെ വിളിച്ചാൽ ഇവരെന്ത് പറയും, രണ്ടും കൂടെ ഒന്ന് മാച്ച് ചെയ്തു. നെവർ ഡു ഇറ്റ്. ദൈവം എന്ത് പറയുന്നു എന്ന് കേൾക്കൂ. അതാണ് യഥാർത്ഥ ശരി. ഇതാണ് ഞാൻ പറഞ്ഞേ. ഞാൻ എൻ്റെ ആൾക്കാരോടൊന്ന് ചോദിച്ചിട്ട്, എൻ്റെ വീട്ടിലൊന്ന് പറഞ്ഞിട്ട്, അപ്പനും അമ്മയ്ക്കും ഒരു മുത്തം കൊടുത്തിട്ട്, അവരെ കെട്ടിപ്പിടിച്ചിട്ട്, അവിടെ ചെല്ലുമ്പോൾ തന്നെ കർത്താവിന് അറിയാം നീ ഈ പോയ പോക്കിൽ തിരിച്ചു വരത്തില്ല. കാരണം അവിടെ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അവിടെ നിന്നെ ഇതിനാണോടാ വളർത്തിയത്, എന്തോരം കാശ് ഞങ്ങൾ പോലും കഴിക്കാതെ നിനക്ക് കൂട്ടി, ഞങ്ങളുടെ വയറ് മുറുക്കി കെട്ടി നിന്നെ വളർത്തി, ഇതിനാണോടാ? നിന്നെ കണ്ണുനീർ കൊണ്ട് വീഴ്ത്തും, നിന്നെ പറഞ്ഞു വീഴ്ത്തും, നിന്നെ വഴക്ക് പറഞ്ഞു വീഴ്ത്തും. അതുകൊണ്ട് പൊന്നുമോനെ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കല്ലേ എന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. പക്ഷെ ഇവൻ കലപ്പ വരെ എത്തി, പക്ഷേ വയലിലേക്ക് ഇറങ്ങാനൊരു മടി. ഇന്ന് രാത്രി ആരെങ്കിലും അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ നിൽക്കുന്നുണ്ടോ? കർത്താവ് പറയുന്നു, ദൈവശബ്ദം കേൾക്കുക, ദൈവശബ്ദം കേൾക്കുക. ഏറ്റവും ശരി അതാണ്, ദൈവശബ്ദം കേൾക്കുക. കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. കലപ്പമേൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാമെന്നുള്ളവനല്ല. ഇന്ന് ദൈവത്തോട് പറയാമോ, പിതാവേ, നീ എന്നെ വിളിച്ചത് എന്തിനാന്ന് ഞാൻ അറിയുന്നു. അങ്ങേക്ക് എന്നെക്കുറിച്ചൊരു ബോധ്യമുണ്ട്, അങ്ങേക്ക് എന്നെ കൊണ്ടൊരു വേലയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ നിന്റെ ഇഷ്ടത്തിന് എന്നെ സമർപ്പിക്കുന്നു. എത്ര പേർക്ക് അത് പറയാൻ കഴിയും? എത്ര ദൈവമക്കൾക്ക് ആ വാക്ക് പറയാൻ കഴിയും? നിന്റെ ഇഷ്ടത്തിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കലപ്പമേൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാമെന്നുള്ളവനല്ല എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ, ഏലീശായുടെ മേൽ പുതപ്പ് വീണത് അവനൊരു ചെറിയ സഹനം അനുഭവിച്ചത് കൊണ്ടല്ല, വലിയ ദൗത്യം ഏറ്റെടുത്തത് കൊണ്ടാണ്. ഇന്ന് ഈ സമയം എന്നെ കാണുന്ന നിങ്ങളുടെ മേലൊരു ശുശ്രൂഷയുണ്ടെങ്കിൽ, അത് വെളിപ്പെടാൻ തടസ്സം എൻ്റെ ചില എക്സ്ക്യൂസുകളാണെങ്കിൽ, എൻ്റെ ചില മിസ്റ്റേക്സ് ആണെങ്കിൽ, അത് തിരുത്താൻ ദൈവാത്മാവ് ആവശ്യപ്പെടുന്നു. ദൈവത്തോടൊന്ന് പറഞ്ഞ്, കർത്താവേ, ഇന്ന് മുതൽ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സമർപ്പിക്കും. ഈ യൂട്യൂബിലാണേലും എന്നെ കാണുന്ന ദൈവമക്കൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാ ദൈവമക്കളും ഒന്ന് പറഞ്ഞേ, സൂമിൽ എന്നെ കാണുന്ന ദൈവമക്കളൊന്ന് പറഞ്ഞേ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നില്ലേ പ്രിയരെ? സഹോദര, കാള മര്യാദയ്ക്ക് ഓടിയെങ്കിൽ നിലം നന്നായിട്ട് ഉഴുതു മറിഞ്ഞേനെ എന്നല്ല, കലപ്പ നീയൊന്ന് ശരിക്ക് താഴ്ത്തി പിടിച്ചെങ്കിൽ നിലം നന്നായിട്ട് ഉഴുതേനെ.
നീ കൈവച്ചില്ലേ? ഇപ്പൊ നീ കലപ്പ എന്താന്നറിഞ്ഞില്ലേ? അതെന്തിനാന്നറിഞ്ഞില്ലേ? ഇനി നീ തിരിഞ്ഞു നോക്കുന്നത് വിഹിതമല്ല. നീ പരിശുദ്ധാത്മാവ് എന്താന്നറിഞ്ഞില്ലേ? ഇനി നീ തിരിഞ്ഞു നോക്കുന്നത് വിഹിതമല്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം എന്താ വായിക്കുന്നതെന്നറിയാവോ? ഹെബ്രു ചാപ്റ്റർ 10 വേഴ്സ് 38. എബ്രായർക്ക് എഴുതിയ ലേഖനം. ഹോ ശഖര മാമ റിയാന്തല രഗദ ശഗദ അതുര ബ്രിഗദല ഘടക. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:38. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഇന്ന് ഈ സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവമക്കളെ, പിന്മാറാൻ ആരെങ്കിലും തീരുമാനം ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ല നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു പിന്മാറ്റ ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് ശാസിക്കപ്പെടേണ്ടതാകുന്നു. ഒന്നെല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചേ, അത് ശാസിക്കപ്പെടേണ്ടതാകുന്നു. കാരണം നിനക്ക് വിത്ത് വിതയ്ക്ക് സമയമായപ്പോഴായിരിക്കും അങ്ങനൊരു ചിന്ത വരുന്നേ. വിത്ത് വിതയ്ക്ക് സമയമായപ്പോഴായിരിക്കും അങ്ങനൊരു ചിന്ത വരുന്നേ. നീ ഫലം കൊയ്യാറായപ്പോഴായിരിക്കും അങ്ങനൊരു ചിന്ത വരുന്നേ. നിന്റെ ലൈഫ് ശരിയായിരിക്കത്തില്ല, ഓഫീസ് ശരിയായിരിക്കത്തില്ല, ബോസ് ശരിയായിരിക്കത്തില്ല, കോവർക്കേഴ്സ് ശരിയായിരിക്കത്തില്ല, സാഹചര്യം ശരിയായിരിക്കത്തില്ല, സിബ്ലിങ്സ് ശരിയായിരിക്കത്തില്ല, ആരും ശരിയായിരിക്കത്തില്ല. പക്ഷേ നിന്നെ വിളിച്ച ദൈവം ശരിയാ. നിങ്ങളെ വിളിച്ച ദൈവം ശരിയാ. വാക്കിന് വ്യത്യാസമില്ല, വാചകങ്ങൾക്ക് വ്യത്യാസമില്ല, വചനത്തിന് വ്യത്യാസമില്ല. അതേ ദൈവമക്കളെ, ആരെയും നോക്കണ്ട, ആരെയും നോക്കണ്ട. നിന്റെ മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്, അത് നീ സ്ഥിരതയോടെ ഓടണം. പുറകിൽ നിന്ന് വിളിച്ചാൽ നീ തിരിഞ്ഞു നോക്കല്ല. ഈ പുറകിൽ നിന്ന് വിളിക്കുന്നവൻ മടിയനാ. പുറകിൽ നിന്ന് വിളിക്കുന്നവൻ മടിയനാ. എല്ലാ കാലത്തും അവനൊരു പിന്മാറിയ. സ്തോത്രം. അതുകൊണ്ട് ആരും നിങ്ങളെ എൻകറേജ് ചെയ്യുന്നില്ല, ഡിസ്കറേജ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓർത്തോ, അവന്റെ മേലൊരു ദുരാത്മാവുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, വയലില വേലയ്ക്ക് വിളിച്ചേക്കുന്നു. വെയിൽ കൊണ്ടെന്ന് വരും, ഇച്ചിരിയൊക്കെ ഒന്ന് ജീവിതത്തിൽ ഒരു കറുത്തുപോയ അനുഭവങ്ങൾ വന്നെന്ന് വരും. പക്ഷേ നിങ്ങൾ വേദനിക്കല്ല. പാടത്ത് വേല ചെയ്യുന്നവന് വരമ്പത്ത് കൂലിയുണ്ട്. പാടത്ത് വേല ചെയ്യുന്നവന് വരമ്പത്ത് കൂലിയുണ്ട്. സ്തോത്രം. ഇന്ന് പകലിൽ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചില കാളകളെ പൂട്ടാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ, കലപ്പയോട് ബന്ധപ്പെടുന്നില്ലെങ്കിൽ, സ്വർഗം നിന്നെ അഭ്യസിപ്പിക്കും. സ്വർഗം നിന്നെ അഭ്യസിപ്പിക്കും. കലപ്പ പിടിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവേ എന്ന് പറഞ്ഞാൽ, വിളി നിനക്കുണ്ടെങ്കിൽ അനുഗമിപ്പിനെന്ന് സ്വർഗം പറഞ്ഞിരിക്കും. ആ കരം നീ കലപ്പമേൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിലമുഴാനുള്ള കൃപ ദൈവം നിനക്ക് തരും. ഈ സ്തോത്രം, കലപ്പ പിടിക്കുന്ന കർഷകനെ നോക്കിയാൽ അറിയാം. ആൾക്ക് എത്ര നെഞ്ചിന് വിരിവുണ്ടെന്ന് കാണിച്ചുകൊണ്ടല്ല ആള് കലപ്പ പിടിച്ച് നിലമുഴുതു പോകുന്നത്. അദ്ദേഹം കാളയൊക്കൊത്ത് ഒന്ന് കർവ് ചെയ്യും, നട്ടല് വളച്ചൊന്ന് കുനിഞ്ഞു നിന്ന്, എങ്കിലേ ആ ശക്തി, ശരീരത്തിന്റെ ബലം മുഴുവൻ ആ കലപ്പമേൽ കൊടുത്താലേ മണ്ണിനകത്തതാണ് ഇറങ്ങി നിൽക്കുകയുള്ളൂ. എന്നിട്ടാണ് ആള് നില ഒഴുതു പോകുന്നത്. സഹോദര, ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ അല്പസ്വല്പമൊക്കെ ഒന്ന് കുനിഞ്ഞു പോകുന്ന, താഴ്ന്നു പോകുന്ന അവസ്ഥകൾ വരും. പക്ഷേ ഞാൻ തിരിച്ച് കയറുവാണേ കർത്താവേ, ഈ കോർട്ടിന് അത്ര രാശിയില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു കയറാൻ നിന്ന നീ ശപിക്കപ്പെട്ടവനാ, ശപിക്കപ്പെട്ടവനാ. സ്തോത്രം. വേറെ കോർട്ടിലാണ് ഞാൻ കളിച്ചെങ്കിൽ ഞാൻ ഗപ്പും കൊണ്ടുപോയേനെന്ന് പറയും. എന്നാൽ സഹോദര,
പാടത്തേക്ക് ഇറങ്ങി പണിയെടുക്കുന്ന ഒരു കർഷകനെ നോക്കിയാൽ അറിയാൻ കഴിയും. വരമ്പത്ത് നിന്ന് പണിയെടുക്കുന്നവരെ പോലെ അല്ല. അതിനകത്ത് ഒരുപാട് പരിശ്രമങ്ങളും അധ്വാനങ്ങളും ഒരുപാട് തഴക്കങ്ങളും എല്ലാം ചേറും ചെളിയും എല്ലാം കൊള്ളുന്നവനാ കർഷകൻ. നിങ്ങൾ യേശുവിനെ നോക്ക്. ജാഗ്വർ കാറിൽ വന്നിറങ്ങി, അവിടുന്ന് പിന്നെ നേരെ കയറി, അവിടുന്ന് പിന്നെ AC ഹാളിലേക്ക് കയറി. അതാണോ? അല്ല. എന്തോരം ലോകത്തിന്റെ ചേറും ചെളിയും, എന്തോരം അപമാനങ്ങളും നിന്ദകളും ക്രൂശീകരണവും അടിയും ചമ്മട്ടിയും ന്യായാസനങ്ങളും അതിന്റെ മാറി മാറിയുള്ള കോടതികളും പലവട്ടമുള്ള വീഴ്ചകളും. കർത്താവ് വീണുന്നല്ല, കുരിശിന്റെ ഭാരം, വീഴ്ചകളും തള്ളിപ്പറയലുകളും ആക്ഷേപങ്ങളും എന്തൊക്കെയാ. ശരിയായ കർഷകൻ കൂലി കിട്ടിയത് എവിടുന്നാന്നറിയാവോ? കൂലി കല്ലറയ്ക്കകത്തുനിന്ന്. സഹോദര, ഈ കർത്താവിന്റെ മാർഗത്തിൽ ഇറങ്ങിയാലേ ഏറ്റവും വലിയ കൂലി കിട്ടുന്ന സ്ഥലം അതാ. അതിന് മുന്നേ കൂലി കിട്ടത്തില്ലെന്നല്ല, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടി, എല്ലാം കിട്ടി. ഏറ്റവും നല്ലൊരു കൂലി എന്ന് പറയുന്നത് പ്രതിഫലം. അതാ കൂലി എന്ന് പറയുന്നത് അത്ര ശരിയായ ഒരു സുഖമുള്ള വാക്കല്ല. ഞാൻ ഈ ഒരു ഒരു പഴമൊഴി വെച്ച് പറഞ്ഞേ ഉള്ളൂ. പാടത്ത് വേല, വരമ്പത്ത് കൂലി എന്നുള്ള രീതി പറഞ്ഞേ ഉള്ളൂ. പ്രതിഫലം എന്ന് പറയുന്നത് കർത്താവിന്റെ രണ്ടാം വരവിങ്കല. ഇതുപോലെ തന്നെ ക്രിസ്തുവിൽ മരിച്ച നാമോ മുൻപേ ഉയർത്തെഴുന്നേൽക്കും അവന്റെ വരവിങ്കൽ. അതാ പ്രതിഫലം എന്ന് പറയുന്നത്. പിന്മാറിപ്പോകാത്ത ഏതൊരു ദൈവവൈതലിന്റെയും പ്രതീക്ഷ അതാ. കർത്താവിന്റെ വരവിങ്കൽ ഞാൻ എടുക്കപ്പെടും. തിരിഞ്ഞു പോകരുത് കേട്ടോ. കർത്താവിന്റെ വരവിങ്കൽ ഞാൻ എടുക്കപ്പെടും. അതൊരു ഏറ്റവും വലിയ ഒരു റെമ്യൂണറേഷനാണ്, അതൊരു പ്രോമിസാണ്, അതൊരു സത്യമാണ്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ചറിയണം. തിരിഞ്ഞു നോക്കരുത് എന്ന് കർത്താവ് ചിലരോട് പറയുകയാണ്. ആ ശുശ്രൂഷയ്ക്കാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചേക്കുന്നത്. നമ്മളെ ഉഴുതുമറിക്കാൻ കർത്താവ് വിളിച്ചേക്കുന്നത് മൊസൈക്കും ഗ്രാനൈറ്റും ടൈലൂന്നിട്ട സ്ഥലമല്ല, ചേറുള്ള സ്ഥലമാണ്. അവിടെ ചില വിത്തുകൾ വിതച്ചാൽ മുളച്ചു വന്നിരിക്കണം. അതാ കാര്യം. എന്ന് വെച്ചാൽ അനുകൂലമല്ലാത്ത നിലത്തെ അനുകൂലമാക്കി മാറ്റാനുള്ള ബലവും അഭിഷേകവും സ്ട്രെങ്തുമാണ് സ്വർഗം എൻ്റെ മേൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്, ഇമ്പാർട്ട് ചെയ്തിരിക്കുന്നത്. നീ കലപ്പെ പിടിച്ചാൽ അത് മണ്ണിനകത്ത് ആഴ്ന്നിറങ്ങിയിരിക്കും. ഒരാമേൻ പറയുക. നീ ചിലത് ഇളകി മറിയണമെന്ന് തീരുമാനിച്ചാൽ അത് ഇളകി മറിഞ്ഞിരിക്കും. ചിലത് നിനക്ക് അനുകൂലമായി വരണമെന്ന് വിചാരിച്ചാൽ അത് വന്നിരിക്കും. അതൊരാമേൻ പറയാൻ പറ്റുമെങ്കിൽ മാത്രം പറഞ്ഞാൽ ദൂത് സ്വീകരിക്കുക. ഞാൻ ഇന്ന് മുതൽ ചിലത് ചെയ്താൽ സംഭവിച്ചിരിക്കും, ഇന്ന് മുതൽ ചിലത് കൽപ്പിച്ചാൽ സംഭവിച്ചിരിക്കും. ആ നിലയ്ക്കുള്ളൊരു അഭിഷേകമാണ് എൻ്റെ മേലിട്ടേക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകും. ദൈവം അത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. ആരെങ്കിലും ജീവിതത്തിൽ ശുശ്രൂഷയിൽ മടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുക, പിന്മാറിപ്പോകരുത്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. സ്വർഗീയ നല്ല പിതാവ്, ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ ഇതോരോ ജനത്തിൻ്റെയും മേൽ പകർന്നാട്ട്. ഇവരെ പിന്മാറ്റിക്കളയുന്ന സകല തിന്മകളുടെ വ്യാപാരങ്ങൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. ജീവിതത്തിലെ പല അവസ്ഥകൾ, ജീവിതത്തിലെ പല ആശങ്കകൾ, അസ്വസ്ഥതകൾ ഇവരെ അലട്ടുമ്പോൾ ഇന്ന് പകലപ്പ കലപ്പമേൽ വെച്ച കരം ശേഷം ഇവർ തിരിഞ്ഞു നോക്കാൻ അനുവദിക്കല്ലേ. ഇവരെ ബലപ്പെടുത്തിക്കൊള്ളണമേ, ഇവരെ ശക്തീകരിക്കണമേ, ഇവരെ ആശീർവദിക്കണമേ, ഇവരെ നേർനിലത്തിൽ നടത്തണമേ. ഇന്ന് രോഗികളായ ആരെങ്കിലും ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുവേ, അവരെ ഇപ്പോൾ അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ, അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് ഈ ജനത്തെ മൂടിക്കൊള്ളണമേ. അവിടുത്തെ മഹത്വത്തിൻ്റെ കരം ഈ ജനത്തെ സ്പർശിക്കണമേ. മനസ്സിന് ഭാരവും അസ്വസ്ഥതകളും ആകുലതകളുമായിരിക്കുന്ന ജനം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആശ്വാസം പ്രാപിക്കട്ടെ. നന്മ കൊണ്ട് നിറച്ചാട്ടപ്പ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.